27 വാക്യവും മുതൽ 31 വാക്യം വരെ, 27 വാക്യം മുതൽ 31 വാക്യം വരെ ഒരാളുടെ ശബ്ദമുയർത്തി ദൈവസന്നിധിയിൽ വായിക്കും. പ്രൈസ് ദി ലോർഡ്. യേശു അവിടെ നിന്ന് പോകുമ്പോൾ 2 കുരുടന്മാർ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു കൊണ്ട് പിന്തുടർന്നു. അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവന്റെ അടുക്കൽ വന്നു. ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചതിന്, ഉവ്വ് കർത്താവേ എന്നവർ പറഞ്ഞു. അവൻ അവരുടെ കണ്ണു തൊട്ടു, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ കണ്ണു തുറന്നു. പിന്നെ യേശു, നോക്കുവിൻ, ആരും അറിയരുത് എന്ന് അമർച്ചയായി കൽപ്പിച്ചു. അവരോ പുറപ്പെട്ട് ആ ദേശത്തിലൊക്കെയും അവന്റെ സ്തുതിയെ പരത്തി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എപ്പോൾ ചിന്തിച്ചാലും യേശു ചെയ്യുന്ന ശുശ്രൂഷയുടെ വിടുതൽ കിട്ടിയ സമയത്ത് പറയുന്ന ഒറ്റ കാര്യം ഇതാണ്: ഇതാരും എന്ത് ചെയ്യരുത്, അറിയരുത്. ആരും അറിയരുത് എന്ന് കൽപ്പന കൊടുത്താൽ യേശു വായിക്കുന്നത്. അതുപോലെ തന്നെ ഈ 9 അധ്യായത്തിന് 27 മുതൽ 31 വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ 26 വാക്യം ഇങ്ങനെ പറയുന്നു: ഈ വർത്തമാനം ആ ദേശമൊക്കെയും പരന്നു. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ചില വിടുതലുകൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. മരിച്ചതിനെ ഉയർപ്പിക്കുന്നു. ആമേൻ. ആ രോഗികളെ സൗഖ്യമാക്കുന്നു. ആമേൻ. ഭൂതങ്ങൾ വിട്ടുമാറുന്നു. രക്തസ്രാവങ്ങൾ ആമേൻ നിൽക്കുന്നു. അങ്ങനെ തുടങ്ങിയ നിരവധി അത്ഭുതങ്ങൾ യേശു ചെയ്തു വരുന്ന വർത്തമാനം ദേശത്തങ്ങ് പടർന്ന് പന്തലിക്കുകയാണ്. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ മുൻപിലിരിക്കുന്ന ദൈവകുഞ്ഞെ, നിന്റെ ശുശ്രൂഷ ദേശം അറിയപ്പെടാൻ പോകുകയാണ്. സ്തോത്രം. പലപ്പോഴും നീ അറിയപ്പെടരുത് എന്ന് നീ ആഗ്രഹിക്കുമ്പോൾ യേശു പറയുന്നു, ഇന്ന് രാത്രി നീ വേറെ ആരോടും പറയരുത് എന്ന് പറഞ്ഞു നിർത്തുമ്പോൾ തന്നെ അതിൻ്റെ 26 വാക്യം ഇങ്ങനെ പറയുന്നു: വർത്തമാനം ദേശം മൊത്തം പരന്നിരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ നോക്കൂ, യേശു അവിടെ നിന്ന് പോകുമ്പോൾ 2 കുരുടന്മാർ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചും കൊണ്ട് പിന്തുടർന്നു. സ്തോത്രം. എന്നാൽ ഒരു ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ബർത്തിമായി ആയിരിക്കുന്ന കുരുടൻ യേശുവിൻ്റെ ശബ്ദം കേട്ട് അവൻ അവിടെ ഇരുന്ന് നിലവിളിക്കുകയാണ്. സ്തോത്രം. എന്നാൽ യേശു അവൻ്റെ അടുത്ത് ചെന്നെന്ന് നമുക്ക് വേദപുസ്തകം കാണാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ചിലത് യേശുവിനെ പിന്തുടരുകയാണ്. ഇന്ന് രാത്രി നിങ്ങൾ യേശു കർത്താവിൻ്റെ പിന്നാലെ നിങ്ങൾ പോകുവാൻ ശ്രമിച്ചാൽ വിടുതൽ ഇന്ന് രാത്രി ഉറപ്പാണ്. സ്തോത്രം. വിടുതൽ നമ്മുടെ ജീവിതത്തിനകത്ത് തമ്പുരാന് തരുവാനുണ്ട്. പലപ്പോഴും നമ്മൾ പിന്തുടരുവാൻ വിസമ്മതിച്ച് മാറി നിൽക്കുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടെ ഇങ്ങനെ പറയുന്നു: നീ പിന്തുടരുവാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിന്നെ സൗഖ്യമാക്കുവാൻ എൻ്റെ കർത്താവ് ആമേൻ ശക്തനായ ദൈവം ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനകത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. ദൈവ പൈതലേ, ഈ പുസ്തകത്തിലേക്ക് നമ്മൾ വരപ്പെടുമ്പോൾ 9 അധ്യായത്തിൽ നിരവധി അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങൾ, ആർക്കും നോക്കി നിൽക്കാൻ പോലും കണ്ണിന് തന്നെ തോന്നിയാൽ പോലും വിശ്വസിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങളാണ് ഇവിടെ കർത്താവ് ഒറ്റ പുസ്തകത്തിൽ നിരവധി അത്ഭുതങ്ങൾ ചെയ്യുന്നത്. മരിച്ചതിനെ വയ്ക്കുന്നത് വരെ കർത്താവ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ ഇതിനകത്ത് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ കുടുംബത്തിൽ നീ അറിയാതെ ചിലതൊക്കെ ദൈവാത്മാവ് ചെയ്യുവാൻ തുടങ്ങുകയാണ്. പക്ഷെ ഒരു കാര്യം, അവൻ്റെ പിന്നാലെ നീ സഞ്ചരിക്കാൻ തീരുമാനമെടുക്കണം. ഇന്ന് രാത്രി സ്തോത്രം, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. എന്നാൽ ദൈവത്തിൻ്റെ വചനമോ എന്നേക്ക് നിലനിൽക്കുമെന്ന് കർത്താവ് വിളിച്ചു പറയുമ്പോൾ ഇന്ന് രാത്രി നീ ആരെയാണോ പിന്തുടരുന്നത് അത് കർത്താവാകട്ടെ. നീ ആരെയാണോ ഇന്ന് രാത്രി പിന്തുടരുന്നത് അത് കർത്താവാകട്ടെ. ഇന്ന് രാത്രി അതിനുവേണ്ടി ദൈവജനം ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നോക്കിക്കേ, പ്രൈസ് ദി ലോർഡ്. നിലവിളിച്ചുകൊണ്ട് കർത്താവിനെ പിന്തുടർന്നപ്പോൾ 28 വാക്യം പറയുന്നു: അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവൻ്റെ
അടുക്കൽ വന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു വീട്ടിലേക്ക് യേശു കർത്താവ് കയറി ചെല്ലുകയാണ്. ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഈ കുരുടന്മാരും അവിടെ കയറി ചെന്നു. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം ദൈവമൈതലേ, നിന്നെ വിടുവിപ്പാൻ ചിലപ്പോൾ പബ്ലിക്കിന്റെ മുമ്പിൽ വെച്ച് നിന്നെ സൗഖ്യമാക്കുവാൻ കർത്താവ് ചിലപ്പോൾ മാറി നിൽക്കുമ്പോൾ, ഇന്ന് രാത്രി സൗഖ്യം നിനക്ക് തരാൻ കർത്താവിന് മനസ്സുണ്ട്. പക്ഷെ നീ ഇന്ന് രാത്രി പിന്തുടരണം. ഒരു ദൂത്, ആ വാക്യത്തിൽ നിന്ന് ഒരു ദൂത് പറയട്ടെ. ഹല്ലേലൂയ. അബ്രഹാമിന് തലമുറ കൊടുക്കാൻ ചിലപ്പോൾ ആ വീട്ടിനകത്ത് വച്ച് കർത്താവിന് കഴിഞ്ഞില്ല എന്ന് വരും. ചിലപ്പോൾ ആ തലമുറ ജനിച്ചു കഴിഞ്ഞാൽ ആ ഭവനത്തിനകത്ത് അബ്രഹാം ഒതുങ്ങിപ്പോകും, ശുശ്രൂഷകളും ഒതുങ്ങിപ്പോകും. അബ്രഹാമിൽ കൂടെ ദൈവം ചെയ്തെടുക്കാനിരിക്കുന്ന ചില വാഴ്ത്തത്വങ്ങൾ ചിലപ്പോൾ ആമേൻ സ്തോത്രം അവിടെ കൊണ്ട് ഒതുങ്ങിപ്പോകും. ആ വിഗ്രഹങ്ങളുടെ ഇടയിൽ ഈ തലമുറയും അതുപോലെ മുൻപിലോട്ട് വരുമെന്ന് സ്വർഗത്തിലെ ദൈവത്തിന് അറിയാമായിരുന്നു. ഈ 75-ാമത്തെ വയസ്സിൽ പിന്നെ എന്തിനാ അബ്രഹാമിനെ വിളിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറക്കിയത്? ശ്രദ്ധിക്കണം, വീട്ടിനകത്ത് വെച്ച് പിടിപ്പിക്കാൻ കഴിയും, വീട്ടിന് പുറത്തു വെച്ച് പിടിപ്പിക്കാൻ കഴിയും. അതെല്ലാം കർത്താവിന്റെ കയ്യിനകത്തുള്ള ചില കാർമ്മിക ശുശ്രൂഷകളാ. ഇന്ന് രാത്രി ദൈവമൈതലേ, ബെഥസ്ദ കുളത്തിനകത്തിറങ്ങിയും ശുശ്രൂഷ അനുഭവിക്കാൻ കഴിയും, അത്ഭുതം കാണാൻ കഴിയും. പക്ഷെ കർത്താവ് കുളത്തിന്റെ കരയിൽ വന്ന് കൈക്ക് പിടിച്ച് എണീപ്പിച്ച് നടക്കാനും പറയുമ്പോൾ അവൻ തയ്യാറാകുമ്പോൾ ക്ഷണത്തിൽ ചിലത് ഉറയ്ക്കാൻ പോകുകയാ. തീർന്നില്ല. സുന്ദരമെന്ന ദേവാലയത്തിന്റെ മുൻപിൽ ഇരിക്കുന്ന ചില വർഷങ്ങളായി അവിടെ ഭിക്ഷയെടുക്കുന്ന മനുഷ്യനെ, ഹല്ലേലൂയ, പത്രോസും യോഹന്നാനും 9-ാം മണി നേരത്ത് പള്ളിയിലേക്ക് പോകുമ്പോൾ ഹല്ലേലൂയ വല്ലതും ലഭിക്കുമെന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ നോക്കുമ്പോൾ, ഇന്ന് രാത്രി അവന് വേണ്ടത് പണമല്ല, അവന് വേണ്ടത് സൗഖ്യമാണ്. ഇന്ന് രാത്രി വെള്ളിയോ പൊന്നോ എൻ്റെ പക്കലില്ല, യേശുവിന്റെ നാമത്തിൽ എണീക്ക എന്ന് പറയുമ്പോൾ അവന്റെ ക്ഷണത്തിൽ അവന്റെ നരിയാണികൾ പാദം മുതൽ ശിരസ്സു വരെ അസ്ഥികൾ 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 ജീവൻ പ്രാപിക്കുന്നു എങ്കിൽ ഇന്ന് രാത്രി നിനക്ക് വേണ്ടത് പണമല്ല, ഒരു വിടുതലാണ്. ഹല്ലേലൂയ. പണത്തിന് കൊണ്ട് ചെയ്യാൻ കഴിയാത്തത്, സമ്പത്ത് എത്താൻ കഴിയാത്തത്, സമ്പത്ത് കൊണ്ട് ചെയ്യാൻ കഴിയാത്തത്, പ്രൈസ് ദി ലോർഡ്, ചില ബുദ്ധിക്കൊന്നും ചെയ്യാൻ കഴിയാത്തത്, ചില സാമ്പത്തിക വഴികൾ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് ദൈവവചനത്തിന് കഴിയും. അങ്ങനെ വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഇന്ന് രാത്രി ചെയ്യാൻ കഴിയുമെന്നേ. ഈ രണ്ട് കുരുടന്മാരും യേശുവിന്റെ പിന്നാലെ പിന്തുടർന്നു. പ്രൈസ് ദി ലോർഡ്. പബ്ലിക്കിന്റെ ഫ്രണ്ടിൽ വെച്ച് ഇവരെ സൗഖ്യമാക്കി കഴിഞ്ഞാൽ അവിടെ വേറെ വിപ്ലവം സൃഷ്ടിക്കും. കാരണം കർത്താവിനെ പരിഹസിക്കുന്ന ഒരു കൂട്ടം പരീശന്മാർ യേശു കർത്താവിന്റെ കൂടെയുണ്ട്. പക്ഷെ വീട്ടിനകത്ത് കൊണ്ടുവച്ചവരെ സൗഖ്യമാക്കിയിട്ട് പറയുക, നിങ്ങൾ എന്ത് ചെയ്യരുത്, ആരോടും പറയരുത്. ചില സൗഖ്യങ്ങൾ കർത്താവിന്റെ കരത്തിൽ ഒതുങ്ങി നിൽക്കണമെന്ന് കർത്താവ് ചിന്തിക്കുമെങ്കിലും ഇന്ന് രാത്രി കേൾക്കണമേ, കർത്താവിന്റെ കരത്തിൽ അടങ്ങുന്ന ചില വിടുതലുകൾ ഇന്ന് രാത്രി ആരും അറിയാതെ ചെയ്യണമെന്ന് ഇച്ഛിക്കുന്ന ചില കാര്യങ്ങൾ ഇന്ന് രാത്രി പബ്ലിക്കിൽ അറിയുമെങ്കിലും ഭാരപ്പെടേണ്ട, വിടുതൽ ഉറപ്പാ. ഹല്ലേലൂയ. വിടുതൽ ഇന്ന് രാത്രി ഉറപ്പാ. ആരൊക്കെയോ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, ആരൊക്കെയോ ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. വിടുതൽ നിനക്ക് സുനിശ്ചിതമാണ്. നിന്റെ കുടുംബത്തിനകത്ത് വിടുതൽ വരാൻ പോകുന്നു. നീ ഒന്ന് കർത്താവിനെ മുറുകെ പിടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി മുറുകെ പിടിച്ചോ. കർത്താവിന് നിന്നെ മാനിപ്പാൻ താല്പര്യമുണ്ട്. ഹല്ലേലൂയ. നോക്കിയേ, അവൻ പ്രൈസ് ദി ലോർഡ് വീട്ടിൽ എത്തിയപ്പോൾ കുരുടന്മാർ അവന്റെ അടുക്കൽ വന്നു. സ്തോത്രം. ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചതിന് ഉവ്വ കർത്താവേ എന്ന് അവർ പറഞ്ഞു. സ്തോത്രം ചെയ്താട്ടെ. ചെയ്യാൻ നീ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിച്ചെങ്കിൽ മാത്രമേ ഇന്ന് രാത്രി അത്ഭുതത്തിലേക്ക് ദൈവം നിന്നെ നടത്തത്തുള്ളൂ. കേട്ടോ, ദൈവത്തിന് ഇന്ന് രാത്രി മുഖപക്ഷമില്ലാത്ത ദൈവമാണ്. മനുഷ്യൻ മുഖവും കുടുംബവും കുലവും വിദ്യാഭ്യാസങ്ങളും പാണ്ഡിത്യവും പാരമ്പര്യവും എല്ലാം കൂടെ കൂട്ടിക്കലർത്തി ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവ് നീ വിശ്വസിച്ചു കഴിഞ്ഞാൽ നീ എത്ര
പിന്നോക്കം തള്ളപ്പെട്ട വ്യക്തിയാണെങ്കിലും, ദേശത്ത് ഇതിന്റെ മുദ്ര കുത്തിയ വ്യക്തിയാണെങ്കിലും, ഇന്ന് രാത്രി കൂട്ടുകാരുടെ നടുവിലും വ്യക്തികളുടെ നടുവിലും സ്തോത്രം, നിന്നെ മുദ്രയിടപ്പെട്ട് അവഗണിച്ച വ്യക്തിയാണെങ്കിലും നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിനകത്ത് ഒരു വിടുതൽ ഇന്ന് രാത്രി സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. പലപ്പോഴും വിശ്വാസമില്ലാത്ത ജീവിതം, വിശ്വാസമില്ലാത്ത ക്രിസ്തീയ ജീവിതം, കേവലം ഒരു ഞായറാഴ്ച കൊണ്ട് 2 മണിക്കൂർ സ്തോത്രം പള്ളിയിലെ ഫാദറിനെ ഒന്ന് തല കാണിക്കാൻ പോകുന്ന മുട്ടുമടക്കുന്ന സത്യക്രിസ്ത്യാനികൾ ഇന്ന് ഈ ഭൂമിയിലുണ്ട്. കേവലം ഞായറാഴ്ച കൊണ്ട് മാത്രം ആരാധനയ്ക്ക് മുട്ടുമടക്കുന്നവരുണ്ട്. അന്ന് പോയി കണ്ട് എല്ലാവരും കുശലവും പറഞ്ഞ് വിശേഷങ്ങളും അന്വേഷിച്ച് വീട്ടിൽ കടന്നു വരുന്നവരോട് അല്ല കർത്താവ് പറയുന്നത്. നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇന്ന് രാത്രി വിടിപ്പാൻ കർത്താവ് ശക്തനാണ്. ഞായറാഴ്ച മാത്രം വരുന്ന വിശ്വാസമല്ല, ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമുള്ള വിശ്വാസമല്ല, ഏതെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമുള്ള വിശ്വാസമല്ല, തിരുമേശയ്ക്ക് വേണ്ടി മാത്രം എണീറ്റ് നിന്ന് ഞാൻ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷിയായി നിൽക്കുന്നു എന്ന് പറയുന്ന വിശ്വാസമല്ല അവിടെ. വിശ്വാസം എപ്പോഴും അടുപ്പത്ത് തിളച്ചു പൊങ്ങുന്ന സ്തോത്രം ഒരു തിളച്ച വെള്ളത്തിന് തുല്യമായിരിക്കണം. എല്ലാ സമയത്തും നിന്റെ വിശ്വാസം തിളച്ചു മറിയണം. നിന്റെ വിശ്വാസം ദേശത്ത് പടരണം. നിന്റെ വിശ്വാസം നിന്നെ കാണുന്നവർ, നിന്റെ കൂടെ സഞ്ചരിക്കുന്നവർ അവർ അനുഭവിക്കണം. അത് ഒരു പകർച്ച എന്ന പോലെ, ഒരു പടർച്ച എന്ന പോലെ, ഒരു പകർച്ച എന്ന പോലെ നിന്റെ കൂടെ വരുന്നവർ വിശ്വാസം അവർ അനുഭവിക്കണം. ഹല്ലേലൂയ. അതാണ് യേശു ആഗ്രഹിക്കുന്നത്. ഇന്ന് അങ്ങനെയാണോ? ഇന്ന് അങ്ങനെയല്ല. കാര്യസത്യത്തിന് വേണ്ടി മാത്രമാണ് വിശ്വാസം. നമുക്കറിയാം വലിയ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തു. അത്ഭുതം കിട്ടിയ ശേഷം യേശുവിനെ പിന്തുടരാത്ത നിരവധി പേര് നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അവരെ നോക്കിയല്ല ഇന്ന് രാത്രി പറയുന്നത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള നിശ്ചയവുമാണെന്ന് എബ്രായ ലേഖനം 11 വിളിച്ചു പറയുമ്പോൾ ഇന്ന് രാത്രി അതേപോലെ യേശു കർത്താവ് വിളിച്ചു പറയുന്നു. പിതാവായ ദൈവം അബ്രഹാമിനെ വിളിച്ച്, അബ്രഹാമേ നിന്റെ വിശ്വാസം ചെറുതല്ല കേട്ടോ. പലരും പറഞ്ഞു നിന്റെ സഹോദരന്മാരായിരിക്കുന്ന ലോത്ത് പറഞ്ഞു ചെറുതാണെന്ന്, വ്യക്തികൾ പറഞ്ഞു ചെറുതാണെന്ന്, എന്നാൽ നിന്റെ അപ്പൻ തേരക് പറഞ്ഞു ചെറുതാണെന്ന് പറഞ്ഞു കാണും. പക്ഷേ ഇന്ന് രാത്രി എനിക്ക് പറയാൻ കഴിയുന്നു, നിന്റെ വിശ്വാസം വലുതാ അബ്രഹാമേ. അതുകൊണ്ട് ഇന്ന് രാത്രി നിന്റെ 80-ാമത്തെ വയസ്സിലും നിന്റെ 90-ാമത്തെ വയസ്സിലും നിന്റെ 100-ാമത്തെ വയസ്സിലും നീ എന്നെ തള്ളിക്കളയാത്തത് കൊണ്ട്, നീ 25 വർഷം എന്റെ പിന്നാലെ നീ പിന്തുടർന്നത് കൊണ്ട് നിന്റെ വാഴ്ത്തത്വം ഇനി എനിക്ക് പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി 25 വർഷമായി യേശു കർത്താവിന്റെ പിന്നാലെ, പിതാവായ ദൈവത്തിന്റെ പിന്നാലെ അബ്രഹാം കുടുംബമായി സഞ്ചരിക്കുന്നു. 25 വർഷമായി ഇതുവരെയ്ക്കും വാഴ്ത്തത്വം ലഭിച്ചില്ല എന്ന് പറഞ്ഞ് അവൻ തള്ളിക്കളഞ്ഞിട്ട് പോയില്ല. സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനെ നിരവധി പ്രാവശ്യം അബ്രഹാമിനെ കർത്താവ് പരീക്ഷിപ്പാൻ തുടങ്ങി. എന്നാൽ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, വർഷം പലതായി. അബ്രഹാമിന്റെ ജീവിതത്തിൽ 100-ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ചപ്പോൾ സ്വർഗം പറഞ്ഞു ഇനി പറ്റത്തില്ല, ഇവന് നന്മ കൊടുത്തേ പറ്റത്തുള്ളൂ, ഇവൻ എന്റെ നന്മ പ്രാപിച്ച് മടങ്ങത്തുള്ളൂ. ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവാത്മ പറയുന്നു, നിന്റെ വിഷയത്തിന്റെ, നിന്റെ വാഴ്ത്തത്വത്തിന്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു. 25-ാമത്തെ വർഷം നിനക്ക് ദൈവം നന്മ തരുമെന്ന് സ്വർഗത്തിലെ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് നിന്റെ ദൈവത്തിന്റെ അത്ഭുതം നീ തീർന്നിട്ടില്ല കേട്ടോ. അബ്രഹാമെ നീ വിശ്വസിക്കുമെങ്കിൽ ഈ 100-ാമത്തെ വയസ്സിൽ നിനക്ക് തലമുറ തരുമെന്ന് പറഞ്ഞാൽ അവൻ തന്നേ മതിയാകൂ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, സ്തോത്രം. പിന്തിരിഞ്ഞു പോകേണ്ട ഒത്തിരി അവസ്ഥകൾ മുമ്പിൽ വന്നു. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒത്തിരി അവസ്ഥകൾ മുമ്പിൽ വന്നു. സഹോദരന്മാരുള്ള പീഡന, ബന്ധുക്കളായിട്ടുള്ള പീഡന, പ്രൈസ് ദി ലോർഡ്, കുടുംബത്തിൽ അപ്പനും അമ്മയുമായിട്ടുള്ള പീഡനങ്ങൾ, സഹോദരങ്ങളായിട്ടുള്ള പീഡനങ്ങൾ, എന്തിനേറെ ചാർച്ചക്കാർ അബ്രഹാമിന് നേരെ തിരിഞ്ഞു നിന്നു. കൂടെ ഉള്ളവരെല്ലാം അബ്രഹാമിനെ ഒറ്റപ്പെടുത്തി, എല്ലാവരും മാറ്റി നിർത്തി. സ്വന്തം ഭാര്യ വരെ അബ്രഹാമിനെ പരീക്ഷിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി ആരോടൊക്കെ പറയുന്നു, നിന്നെ പരീക്ഷണ വസ്തുവാക്കി മുൻപിലോട്ട് തള്ളിവിടുമ്പോൾ ദൈവത്തിന്റെ ആത്മ വിളിച്ചു പറയില്ല. 25-ാമത്തെ വർഷത്ത് കഴിയുമ്പോൾ ദൈവം നിനക്ക് 100 വയസ്സ് കഴിയുമ്പോൾ നിന്റെ കടികാരത്തിൽ നിന്ന് ഒരു തലമുറ പുറപ്പെടുമെന്ന് അബ്രഹാമിനോട് സ്വർഗം വിളിച്ചു പറയുമ്പോൾ ഇന്ന് രാത്രി തമ്പുരാൻ പറയുന്നു, കർത്താവിന്റെ ദൃഷ്ടിയിൽ, കർത്താവിന്റെ കണക്ക് പുസ്തകത്തിൽ 25-ാമത്തെ വർഷം കർത്താവിന്റെ പുസ്തകത്തിൽ 25-ാമത്തെ വർഷം കർത്താവിന്റെ പുസ്തകത്തിൽ
2025 കർത്താവിന്റെ പുസ്തകത്തിൽ 2025 25-ാമത്തെ വർഷം ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാതെ മാറത്തില്ല. ഇത് അത്ഭുതത്തിന്റെ വർഷമാണ്. ഇത് ഏറ്റെടുക്കുന്ന വിശ്വസിക്കുന്നവർക്ക് ഇത് വാഴ്ത്തത്തിന്റെ വർഷമാണ്. നിന്റെ വാഴ്ത്തത്തെ ആർക്കും കെട്ടിയടയ്ക്കാൻ കഴിയത്തില്ല. ഒരു വിഗ്രഹത്തിനോ ഒരു ദേശത്തിനോ ഒരു പാരമ്പര്യത്തിനോ പ്രൈസ് ദി ലോർഡ് ഒരു ദേശത്തിനോ ഒരു പാണ്ഡിത്യത്തിനോ നിന്റെ വാഴ്ത്തത്തെ കെട്ടി അടയ്ക്കാൻ കഴിയത്തില്ല. അബ്രഹാമേ, നിന്നെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ എനിക്ക് നിന്നെ മാനിക്കാൻ കഴിയും. നീ എന്റെ പിന്നാലെ കൂടിയിട്ട് വർഷം 1 2 അല്ല, 10 15 അല്ല, 24 അല്ല, 25 വർഷമായില്ലേ. ഇനി നിനക്ക് തലമുറ തരാതിരുന്നാൽ പ്രൈസ് ദി ലോർഡ്, നീ എന്നെ ചിലപ്പോൾ വിട്ടുപോയെന്ന് വരാം. പക്ഷെ ഇന്ന് രാത്രിയിൽ നീ പലതും ആമേൻ ഹല്ലേലൂയ ഞാൻ പറയാത്ത പലതും നിന്റെ ഭാര്യ പറഞ്ഞ് ചെയ്തു തുടങ്ങി. പക്ഷേ അതിൽ നിന്നൊക്കെ നീ പരാജിതനായി. എന്നാൽ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു നിന്റെ തലമുറ അബ്രഹാം ചോദിച്ചു, ദൈവമേ എന്റെ നന്മ ആരനുഭവിക്കും? എന്റെ നന്മ ആര് കൊണ്ടുപോകും? പ്രൈസ് ദി ലോർഡ്, എന്റെ സ്വത്ത് നന്മകൾ വകകൾ ഇതെല്ലാം അന്യാധീനപ്പെട്ടു പോകുമോ? സ്തോത്ര, അവരെല്ലാം അതൊക്കെല്ലാം വീതിച്ചെടുക്കുമോ എന്ന് പറയുമ്പോൾ സ്വർഗം പറഞ്ഞെങ്ങനെയാണ്? ഇല്ല ഇല്ല അബ്രഹാമേ, നിന്റെ കടികാരത്ത് നിന്ന് ഒന്ന് പുറപ്പെടാൻ സമയമായി. 25-ാമത്തെ വർഷം എനിക്ക് ഓർമ്മയുണ്ട്. നീ ഇറങ്ങി 25 വർഷമായി എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ ഡയറിയിൽ അത് കുറിച്ചിട്ടിട്ടുണ്ട്. നിനക്ക് 25-ാമത്തെ വർഷമാകുമ്പോൾ, എന്റെ പുസ്തകത്തിൽ 25 വർഷമാകുമ്പോൾ നിനക്ക് വയസ്സ് 100 ആകും. ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവിന് രാത്രി തൊട്ടു പറയുക, ആമേൻ, നിനക്ക് ദൈവത്തിന്റെ പുസ്തകത്തിൽ 25 വർഷമാകുമ്പോൾ നിനക്ക് വയസ്സ് 100 ആകും. വീട്ടില്ല, വാഴ്ത്തം തരാതിരിക്കത്തില്ല. ദൈവം നിനക്ക് വാഴ്ത്തം തരും കേട്ടോ. ഇന്ന് രാത്രി പല വഴികളും നീ മുട്ടിയിട്ടും പല വാതിലും നീ തൊട്ടിട്ടും തട്ടിയിട്ടും തുറക്കാതിരിക്കുമ്പോൾ ഇന്ന് രാത്രി നീ മുട്ടിക്കോ. ഈ വാതിൽ തുറക്കാൻ സമയമായി. ഇത് സ്വർഗത്തിലെ കവാടമാണ്. ഇത് തുറക്കാൻ സമയമായി. നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം, നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം ഉമ്മരപ്പടിയുടെ അടിസ്ഥാനത്തിൽ കുലുങ്ങിയെന്ന് വേദപുസ്തകം പറയുമ്പോൾ, ആലയ പൂ കൊണ്ട് നിറഞ്ഞെന്ന് പറയുമ്പോൾ, നിന്റെ പ്രാർത്ഥനയുടെ വർഷം ശബ്ദം കേൾക്കാൻ സമയമായി. അതേ, ദൈവത്തിന് നന്മ തരാനുള്ള സമയമായി. ആമേൻ. ഇന്ന് രാത്രി വാഴ്ത്തത്തം പ്രാപിക്കുന്ന വർഷമാണ്. ഇന്ന് രാത്രി 25 കുറിച്ചു വച്ചോ. ഹല്ലേലൂയ. 25 ഈ 18-ാമത്തെ അത്ഭുതം പറയുമ്പോൾ 25 ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാ. സ്തോത്രം. കർത്താവ് തുടങ്ങിക്കഴിഞ്ഞാൽ ആർക്കും അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ലെന്ന്. കർത്താവ് ഒരുത്തനെ മാനിക്കാൻ തുടങ്ങിയാൽ, കർത്താവ് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ തുടങ്ങിയാൽ ആർക്കും ബ്ലോക്ക് ചെയ്യാൻ കഴിയില്ല. തച്ചിന് കുത്തിയിരുന്ന് 100 മന്ത്രവാദികൾ ഒരുമിച്ച് കുത്തിയിരുന്ന് അവർ ജപിച്ചാലും, അവർ മറുവാദം ചൊല്ലിയാലും, അവർ നിനക്കെതിരെ കൂടെ പദ്ധതി ഒരുക്കിയാലും തമ്പുരാൻ പറയുന്നത് ഇല്ല. അതൊക്കെ ഈ നിമിഷം ഉടഞ്ഞു മാറുമെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ ഭാവിക്ക് വിരോധമായി, നിന്റെ ഉപജീവന വഴിക്ക് വിരോധമായി ഹല്ലേലൂയ നീ മുട്ടാത്ത വഴികളൊന്നുമില്ല, വാതിലൊന്നുമില്ല എന്ന് കർത്താവ് പറയുന്നു. ഇല്ല, ഈ വീട്ടിനകത്ത് വച്ച് നിന്നെ ഞാൻ വിടുവിക്കാൻ പോകുകയാ. ഈ കുടുംബത്തിനകത്ത് വച്ച് നിന്നെ ഞാൻ ഉയർത്തുവാൻ പോകുകയാ. നിന്നെ ഈ ഭവനത്തിന്റെ ഉള്ളറയിൽ വെച്ച് നിന്റെ കണ്ണ് തുറക്കാൻ പോകുകയാ. ഈ ഭവനത്തിന്റെ ഉള്ളറയിൽ വെച്ച് നീ അത്ഭുതം കാണാൻ പോകുകയാ. ഈ ഭവനത്തിന്റെ ഉള്ളറയിൽ വെച്ച് നിന്റെ അമ്മയെ നീ ഒന്ന് അറിയാൻ പോകുകയാ. ഇതിനകത്ത് വച്ച് നിന്റെ അപ്പനെ നീ ഒന്ന് അറിയാൻ പോകുകയാ. ഇതിനകത്ത് വച്ച് നിന്റെ സഹോദരനെ നീ ഒന്ന് കാണാൻ പോകുകയാ. ഇതിനകത്ത് വച്ച് നീ നിന്നെ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ പോകുകയാ. ഇന്നലെ വരെ നീ നിന്നെ തന്നെ കാണാൻ ശ്രമിച്ചിട്ടും കാണുവാൻ കഴിയാതെ നിന്റെ കണ്ണുകളൊന്നും അടഞ്ഞിരിക്കുമ്പോൾ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നീ നിന്നെ തന്നെ കാണാൻ ശ്രമിക്കുന്ന ഒരു ദിവസങ്ങൾ മുൻപിലോട്ട് വരുന്നു എന്ന് സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രിയിൽ ആലോചന കൈമാറുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു ദൂത് കയറി വന്നതാ കേട്ടോ. അറിയത്തില്ല എന്റെ സബ്ജക്റ്റ് അല്ലെങ്കിൽ പോലും കർത്താവ് ആ ദൂത് വന്നത് 25-ാമത്തെ വർഷത്തിലാ അബ്രഹാമിന് നന്മ കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കൂ, അബ്രഹാമിന്റെ ജീവിതത്തിൽ വയസ്സ് 90 അബ്രഹാം പറഞ്ഞു, വയസ്സ് 95 പറഞ്ഞു. പക്ഷെ കർത്താവിന്റെ മുമ്പിൽ തികവ് 25-ാമത്തെ വർഷമാണ്. സ്തോത്രം. അപ്പോൾ അബ്രഹാമിന് എത്രയായി? 100.
ഹല്ലേലൂയ, ആമേൻ. അബ്രഹാമിന് 100, സാറയ്ക്ക് 80 പറഞ്ഞു. ഇല്ല, നടക്കത്തില്ല യജമാനെ, നീ വേറെ ആരെങ്കിലും എടുത്ത് വെക്കോ, നടക്കത്തില്ല ഇത്. ആമേ 95 ആമേ നടക്കത്തില്ല എന്ന് പറയുമ്പോൾ കർത്താവ് പറയില്ല, 100ലും 90ലും തലമുറയെ നൽകാൻ കർത്താവിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി കർത്താവിന്റെ പുസ്തകത്തിൽ, സാറേ നിനക്ക് 25 വർഷം തികയണം, അബ്രഹാമേ നിനക്ക് 25 വർഷം തികയണം, സാറേ നിനക്ക് 25 വർഷം തികയണം, അബ്രഹാമേ നിനക്ക് 25 വർഷം തികയണം. അങ്ങനെയെങ്കിൽ നീ പ്രാർത്ഥിച്ചോ, 2025 തമ്പുരാൻ നിനക്ക് നന്മ തരാൻ പോകുകയാ. ഉപജീവനത്തിന് വേണ്ടി കരയുകയാണോ? തലമുറയ്ക്ക് വേണ്ടി കരയുകയാണോ? സ്ഥിരമായ ഒരു യാത്രയ്ക്ക് വേണ്ടി കരയുകയാണോ? ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ നീ കരയുകയാണോ? സ്വർഗം പറയുന്നില്ല, നിന്റെ കണ്ണീര് തുരുത്തിയിൽ ശേഖരിച്ച് കഴിഞ്ഞ 24 വർഷവും നീ പ്രാർത്ഥിച്ചതും നീ കരഞ്ഞതും നീ മാറത്തടിച്ചതും ഉടബൽ കബനബരഗതുനി, ഹല്ലേലൂയ, നിന്റെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് 25ാമത്തെ വർഷത്തിൽ ദൈവം നിനക്ക് നന്മ തരുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി തരുവാൻ അവൻ ശക്തൻ. ഹല്ലേലൂയ. ദൈവത്തെ അറിഞ്ഞിട്ട് 25ാമത്തെ വർഷമായെങ്കിൽ നിന്റെ ജീവിതത്തിലേക്ക് നീ കർത്താവിനെ ഒന്ന് പിൻപറ്റുന്ന 25ാമത്തെ വർഷമാണെങ്കിൽ ദൈവം നിന്നെ മാനിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ആ പുസ്തകത്തിൽ എവിടെയെങ്കിലും എഴുതി വെച്ചോ, 25ാമത്തെ വർഷത്തിൽ അബ്രഹാമിന് തലമുറയെ കൊടുത്തെങ്കിൽ നിന്റെ കർത്താവിന് മുമ്പിൽ 25 വർഷം തികയാൻ പോകുന്ന വർഷത്തിൽ ദൈവം നിനക്ക് ചിലപ്പോൾ 25 ആയിരിക്കാം, ചിലപ്പോൾ 24 ആയിരിക്കാം, ചിലപ്പോൾ 23 ആയിരിക്കാം. കണ്ടില്ല, 24 തീർന്നില്ല, 25 ഇനി കുറച്ചുകൂടെ ഉണ്ട്. ആമേ, കർത്താവിന്റെ പുസ്തകത്തിൽ ഫിനിഷ് ആകാൻ, അതെ, മാർക്കിടുന്ന 25ാമത്തെ വർഷത്തിൽ അവന് തലമുറയെ കൊടുത്തു. ഇന്ന് രാത്രി ഇതിനകത്ത് ദൈവാത്മാവ് ശക്തമായി പറയുന്നു, അബ്രഹാം പലപ്പോഴും ആമേ സ്തോത്രം മാറിപ്പോയെങ്കിലും അബ്രഹാമിന് വേണ്ടി കൊടുക്കാൻ ദൈവം വിശ്വസ്തനായിരുന്നു. നിനക്ക് വേണ്ടി തരുവാൻ ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രാർത്ഥന ആമേ പഴകിപ്പോകത്തില്ല കേട്ടോ, പ്രാർത്ഥന പഴകിപ്പോകത്തില്ല. എത്ര വർഷമാണെങ്കിലും ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് കേട്ടോ. എത്ര വർഷമാണെങ്കിലും ആമേൻ, ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. ആമേൻ, സ്തോത്രം. എന്താ വചനം, പ്രവാചകൻ എന്താ പറയുന്നത്? ആമേൻ, കർത്താവിന്റെ വായിന്ന് പുറപ്പെടുന്ന ഒരു വചനം അത് കാര്യം നിറവേറാതെ തിരിച്ചു മടങ്ങി വരത്തില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവവൈതലേ, നിന്റെ കർത്താവ് തന്റെ വചനം പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ അത് കാര്യം സാധിക്കാതെ മടങ്ങി വരത്തില്ലെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി അതിന്റെ കാര്യം സാധിച്ച് കർത്താവ് തിരിച്ച് നിന്റെ കുടുംബത്തിലേക്ക് മടങ്ങി നന്മയും വാഴ്ത്തത്വവുമായി കടന്നു വരുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റുമോ? നിന്റെ ദേശത്തിൽ 25ാമത്തെ വർഷം, നിന്റെ ആത്മീയത്തിൽ 25ാമത്തെ വർഷം, നിന്റെ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ജീവിതത്തിൽ 25ാമത്തെ വയസ്സ്, നിന്റെ ജീവിതത്തിനകത്ത് കർത്താവിനെ പിന്തുടർന്നിട്ട് 25ാമത്തെ വർഷം. ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവാത്മാവ് അക്കമിട്ടു പറയുന്നു, 25ാമത്തെ വർഷത്തിനകത്ത് തമ്പുരാൻ നിനക്ക് വേണ്ടി വഴികൾ തുറക്കുന്ന വർഷമാണ്. ഹല്ലേലൂയ. ശമനപരകതന വൈഡകരാജകൽക്കനാദി അന്തൽക്കമനപരകതുനി. ഹല്ലേലൂയ. നോയിക്കേ, ഈ വാക്യത്തിലേക്ക് വരപ്പെടുമ്പോൾ മത്തായി സുവിശേഷം സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, 20ാമത്തെ അധ്യായത്തിന്റെ 30ാമത്തെ വാക്യം മുതൽ 34ാമത്തെ വാക്യം വരുന്നു. വായിച്ചേ. 20ാമത്തെ അധ്യായത്തിന്റെ 30ാമത്തെ വാക്യം മുതൽ 34ാമത്തെ വാക്യം വരെ മത്തായി സുവിശേഷം വായിച്ചേ. മറ്റൊരു പറവ് കേൾപ്പിൻ. ഗൃഹസ്ഥനായൊരു മനുഷ്യന് ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, അതിന് വേലി കെട്ടി അതിൽ ചക്ക് കുഴിച്ചിട്ടു ഗോപുരവും പണിതു. പിന്നെ കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് പരദേശത്ത് പോയി. ഫലക്കാലം സമീപിച്ചപ്പോൾ തനിക്കുള്ള അനുഭവം വാങ്ങേണ്ടതിന് അവൻ ദാസന്മാരെ കൂട്ടി കുടിയാന്മാരുടെ അടുക്കൽ അയച്ചു. കുടിയാന്മാരോ അവന്റെ ദാസന്മാരെ പിടിച്ച് ഒരുവനെ തല്ലി ഒരുവനെ കൊന്നു, മറ്റൊരുവനെ കല്ലെറിഞ്ഞു. അവൻ പിന്നെയും മുമ്പിലത്തേതിലും അധികം ദാസന്മാരെ അയച്ചു. അവരോടും അവർ അങ്ങനെ തന്നെ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോയിക്കേ, 20ാമത്തെ അധ്യായത്തിന്റെ 30ാമത്തെ വാക്യം മുതൽ 34ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ കർത്താവ് ചിലരെ ഏൽപ്പിച്ചിട്ട്, ചില മുന്തിരിത്തോട്ടങ്ങളെ ഏൽപ്പിച്ച് കർത്താവ് മുമ്പിലോട്ട് ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ അവരതിനെ നശിപ്പിച്ചു കളഞ്ഞു, അതിന്റെ തോട്ടത്തെ അതിനെ ഇളക്കി മറിച്ചു കളഞ്ഞു എന്നിവിടെ വായിക്കുന്നു. അങ്ങനെയെങ്കിൽ ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ആമേൻ. മിണ്ടാതിരിപ്പീൻ, പുരുഷാരം അവരെ ശാസിക്കുമ്പോൾ അവർ കർത്താവേ ദാവീദ് പുത്ര എന്ന് വിളിക്കുന്ന ഒരു ശബ്ദം, പ്രൈസ് ദി ലോർഡ്,
നോയിക്കേ, യേശു കർത്താവിന്റെ മുൻപിലേക്ക് കടന്നു വരപ്പെടുമ്പോൾ തന്നെ ഈ മത്തായി സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൽ പഠിക്കുമ്പോൾ അതിന് 30-ാമത്തെ വാക്യത്തിന്റെ ആമേൻ തുടർന്ന് 34-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ അപ്പോൾ വഴിയരികെ ഇരിക്കുന്ന 2 കുരുടന്മാർ യേശു കടന്നു പോകുന്നത് കേട്ട് ആമേൻ സ്തോത്രം, ആ കർത്താവേ ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു മിണ്ടാതിരിപ്പീൻ പുരുഷാരം അവരെ ശാസിച്ചപ്പോൾ അവർ കർത്താവേ ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് അധികം നിലവിളിച്ചു. സ്തോത്രം. എന്ത് ചെയ്തു? നിലവിളി ശാസന കൂടുന്തോറും നിലവിളി കൂടി. എന്നാൽ ഇന്ന് രാത്രി എവിടെയെല്ലാമാണോ ശാസന വരുന്നത്, എവിടെയെല്ലാമാണോ പ്രശ്നം കയറി വരുന്നത്, എവിടെയെല്ലാമാണോ പ്രതികൂലങ്ങൾ കയറി വരുന്നത്, എവിടെയെല്ലാമാണോ ആമേൻ നന്മയ്ക്ക് വിരോധമായി ശാസിച്ച് അടക്കുന്നത്, നീ പ്രാർത്ഥിക്കണ്ട, നീ ഇനി ഉപവസിക്കണ്ട, നീ ഇനി സമർപ്പിക്കണ്ട, നീ ഇനി ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കണ്ട, ആമേൻ നിലവിളിക്കണ്ട എന്ന് പറഞ്ഞ് അടക്കി ആമേൻ വാഴുന്ന ദേശത്തിലെ ചില പോരുകൾ. ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നോയിക്കേ, ഇവിടെ മിണ്ടാതിരിക്കാൻ വേണ്ടി കർത്താവിന്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാർ പറയുക, നീ ഇനി മിണ്ടരുത്, നീ പ്രാർത്ഥിച്ചതൊക്കെ മതി, നിനക്ക് വിടുതൽ കിട്ടത്തില്ല, ഇനി നീ മിണ്ടാതിരിക്കുക, അസംഖ്യപ്പെടുത്തരുത് യേശുവിനെ. ആമേൻ. നീ മിണ്ടാതിരുന്നാ മതി, ഇനി പ്രാർത്ഥിക്കണ്ട, ഇനി വിളിച്ചാലും രക്ഷയൊന്നുമില്ല, വലിയ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ, അതുകൊണ്ട് നീ മിണ്ടാതിരിക്കുക, ഇനി നീ മിണ്ടരുത്. സ്തോത്രം. എന്നാൽ നോക്കൂ, 32-ാമത്തെ വാക്യം, യേശു നിന്ന് അവരെ വിളിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്? ഇതുപോലെ തന്നെ എലീശ ചോദിച്ചു, ഏലിയാവ് ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഇന്ന് രാത്രി ഞാൻ നിനക്ക് വേണ്ടി ഇന്ന് രാത്രി എന്താ ചെയ്യേണ്ടത്? പ്രൈസ് ദി ലോർഡ്. ആ ചെയ്യേണ്ട വിഷയം നീ ആമേൻ അക്കമിട്ട് നിരത്തി വയ്ക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി അതിന്റെ മുൻപിൽ വഴിമാറാത്ത ഒരു ദൈവം നിപ്പുണ്ടെന്ന് രാത്രി. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിനകത്ത് നന്മകൾ, അനുഗ്രഹങ്ങൾ, ആമേൻ സ്തോത്രം, പ്രൈസ്, വാഴ്ത്തത്തങ്ങൾ ഒന്നുപോലും ആമേൻ മാറ്റി നിർത്താതെ സകലത്തെയും തരുന്ന ഒരു ദൈവം വിളിച്ചു പറയുന്നു, ഞാൻ നിനക്കിന്ന് രാത്രി എന്ത് ചെയ്യണം? ഒരു കാഴ്ചയ്ക്ക് വേണ്ടി ആ മനുഷ്യൻ നിലവിളിക്കുന്നത്. യേശു നിന്നു, അവരെ വിളിച്ചു. ഇന്ന് രാത്രി നിന്റെ നിലവിളി കേൾക്കുമ്പോൾ എല്ലാവരും അവൻ ശാസിച്ച് അടക്കുമ്പോഴും 33-ാമത്തെ വാക്യം പറയുന്നു, കർത്താവ് ഞങ്ങൾക്ക് കണ്ണ് തുറന്ന് കിട്ടണം. ഇന്ന് ചിലത് തുറന്ന് കിട്ടണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവസന്നിധിയിൽ കരഞ്ഞു, ഒന്ന് തുറന്ന് കിട്ടണം എന്ന്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സെക്കറിയ പുരോഹിതൻ വിളിച്ചു പറഞ്ഞു, കർത്താവേ എനിക്ക് എൻ്റെ നാവിൻ്റെ കെട്ടൊന്ന് അഴിഞ്ഞു കിട്ടണം. ഇല്ല, നീ ഒന്ന് ആമേൻ മിണ്ടാതിരിക്കുക. ചില വാഴ്ത്തത്വങ്ങൾ പുറത്തു വരുന്നത് വരെ നീ ഒന്ന് മിണ്ടാതിരിക്കണം. ഈ നാളുകളിൽ ദൈവ പൈതലേ, നിന്നെ മിണ്ടാതിരുത്തുന്നത് ആമേൻ സ്തോത്രം, ആമേൻ എന്നേക്കും മിണ്ടാതിരിക്കാൻ വേണ്ടിയല്ല കേട്ടോ. ചില നന്മകൾ നിന്റെ കരങ്ങളിൽ വന്ന് ചേരുന്നത് വരെ ചിലർക്ക് നീ മിണ്ടാതിരിക്കേണ്ടി വരും, ചില മൗനം പാലിക്കേണ്ടി വരും. ചിലപ്പോഴൊക്കെ ഫുട്ബോത്തിൽ തടഞ്ഞു നിർത്തി നിന്നോട് ചോദിക്കും ചിലര്, എങ്ങനെയുണ്ട് ജീവിതം? സന്തോഷം. ആമേൻ. എങ്ങനെയുണ്ട്? ഓ കുഴപ്പമൊന്നുമില്ല. ആമേൻ സ്തോത്രം. എന്നാൽ പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി ആമേൻ ചിലരൊക്കെ ചോദിക്കാൻ, ചിലരൊക്കെ കൊതിച്ച് നാവ് ഇങ്ങനെ ചലിപ്പിച്ചു വരുമ്പോൾ അവിടെ നിന്ന് കവർണ്ണഖോമിന്ന് യേശു ഒഴിഞ്ഞു മാറിയതുപോലെ പലയിടത്തും നിന്ന് ഈ ഒഴിഞ്ഞു മാറേണ്ടി വരുന്ന കാലം അതിസമീപമായിരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ കൃപാവരം എത്ര കൂടുമോ അത്രത്തോളം ശത്രു അതിശക്തമായി തിരമാലേക്കാൾ ശക്തിയോടെ ആഞ്ഞടിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നോക്കൂ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? കർത്താവേ, ഞങ്ങൾ കാഴ്ച പ്രാപിക്കണം, അതുകൊണ്ട് എന്ത് ചെയ്യണം? കണ്ണ് തുറന്ന് കിട്ടണം. പ്രൈസ് ദി ലോർഡ് എന്ന് അവർ പറഞ്ഞു. നോക്കിക്കേ, 34-ാമത്തെ വാക്യം, യേശു മനസ്സലിഞ്ഞു. ഇന്ന് രാത്രി
ആമേൻ. വേദപുസ്തകത്തിൽ ചില ഭാഗത്ത് മാത്രമാണ് മനസ്സലിഞ്ഞ വാക്ക്. ഒന്ന്, ബെഥാനിയയിൽ ചെന്നപ്പോൾ ലാസറിന്റെ കല്ലറയ്ക്കകത്ത് ആ കണ്ണീരിന്റെ മുമ്പിൽ യേശു കർത്താവ് ഒന്ന് മനസ്സലിഞ്ഞു. രണ്ട്, യായിറോസിന്റെ തലമുറയുടെ മരണത്തിന്റെ മുൻപിൽ യേശു ഒന്ന് മനസ്സലിഞ്ഞു. തീർന്നില്ല കേട്ടോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ. രക്തസ്രാവക്കാരിയുടെ ആമേൻ സാക്ഷ്യം കേട്ടപ്പോൾ ഒന്ന് മനസ്സലിഞ്ഞു. ഇന്ന് രാത്രി അനേക സ്ഥലങ്ങളിൽ മനസ്സലിഞ്ഞു എന്ന് പറയുമ്പോൾ, കർത്താവ് എൻ്റെ ജീവിതത്തിൽ മനസ്സലിഞ്ഞില്ലല്ലോ എന്ന് നീ കാണുകയാണോ? ഇല്ല, നീ ഇന്ന് ദൈവകൃപ ഇരിക്കുന്നതേ കർത്താവ് മനസ്സലിഞ്ഞത് കൊണ്ടാണ്. ആമേൻ. ഇല്ലെങ്കിൽ എന്ന് നീ കെട്ടപ്പെട്ടതുപോലെ വീട്ടിനകത്ത് അടയ്ക്കപ്പെട്ട് കിടന്നു പോയേനെ. ആമേൻ. കർത്താവ് ഒന്ന് കണ്ണ് തുറന്നില്ലായിരുന്നുവെങ്കിൽ, ഒന്ന് മനസ്സലിഞ്ഞില്ലായിരുന്നു എങ്കിൽ പലപ്പോഴും നീയും ഞാനും ഒക്കെ പട്ടുപോയേനെ, പേര് പോലും അറിയപ്പെടാതെ എവിടെയെങ്കിലുമൊക്കെ തീർന്നു പോയേനെ. പക്ഷേ കർത്താവ് മനസ്സലിഞ്ഞത് കൊണ്ടാ, നിനക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നത് കൊണ്ടാ, അവൻ പക്ഷപാതം ചെയ്യുന്നത് കൊണ്ടാ, ഇടിവിൽ നിൽക്കുന്നത് കൊണ്ടാ ഇന്ന് രാത്രി പലതും ജീവനോടെ ഈ സൗന്ദര്യത്തോടും ആരോഗ്യത്തോടും ഇതിനകത്തിരിക്കുന്നത് പറയാനുണ്ട് കേട്ടോ. ആമേൻ. ദൈവം മനസ്സലിഞ്ഞത് കൊണ്ടാ പലപ്പോഴും നിന്റെ ജീവിതത്തിനകത്ത് നിർണായകമായ ചില വിഷയങ്ങൾ കയറി വരുമ്പോഴും തീർന്നു, നീ ഒതുങ്ങിപ്പോയി, നീ ഇനി പുറത്തിറങ്ങത്തില്ല, ഒരു ഭ്രാന്തനെ പോലെ ആയിപ്പോകും എന്ന് പറഞ്ഞ് നിന്നെ പഴിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഇല്ല, നിന്നെ ഞാൻ മനസ്സലിഞ്ഞത് കൊണ്ടാ ഇന്ന് രാത്രിയും ഇതിനകത്തിരുത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്നെ കണ്ട് കർത്താവിന് മനസ്സലിഞ്ഞെന്നേ. നിന്റെ കണ്ണീര് നോയിക്കേ. ആമേൻ. അവരുടെ കണ്ണ് തൊട്ടു, ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു, അവനെ അനുഗമിച്ചു. ഇന്ന് രാത്രി ഉടനെ കണ്ണിൽ തൊട്ട വാർത്തയിൽ തന്നെ ശ്രദ്ധിക്കൂ. ശീലാംകുളത്തിന്റെ കരയിൽ നിന്നുകൊണ്ട് യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവ് നിലത്ത് തുപ്പിച്ചേറുണ്ടാക്കി ശീലാംകുളത്തിന്റെ കരയിൽ ഇരിക്കുന്ന കുരുടന്റെ കണ്ണിനെ ആമേൻ പൂശിയിട്ട്, ആമേൻ, അവനോട് പറഞ്ഞു, നീ ശീലോം കുളത്തിൽ പോയി എന്ത് ചെയ്യണം? കണ്ണ് കഴുകാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അസാധ്യമായ കാര്യമാണ്. എന്നാൽ ശിലോം കുളത്തിലെ ഓരോ സ്റ്റെപ്പുകളും ഇറങ്ങി ചെന്ന് അവൻ കണ്ണ് കഴുകുമ്പോൾ വചനം പറയുന്നു, അവൻ ആദ്യം കാഴ്ച പ്രാപിച്ച് കണ്ടത് മനുഷ്യനെ മനുഷ്യനായിട്ടല്ല, മനുഷ്യനെ മരങ്ങളായിട്ടാണ് കണ്ടത്. എന്നാൽ കർത്താവ് ചോദിച്ചു, നീ എന്ത് കാണുന്നു? കർത്താവേ, ഞാൻ കുറേ മരങ്ങളെ കാണുന്നു. എന്നാൽ കർത്താവ് പറഞ്ഞു, ഇല്ല, നീ ഒന്നുകൂടെ ഇങ്ങ് വന്നേ, ഒന്നുകൂടെ തൊടട്ടെ. കർത്താവ് ഒന്നുകൂടെ അവൻ്റെ കണ്ണിൽ തൊട്ടു. ഇന്ന് രാത്രി നീ ഇനി എന്ത് കാണുന്നു? ഇപ്പോൾ ഞാൻ കുറേ മനുഷ്യരെ കാണുന്നു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട് നിൽക്കുന്ന കർത്താവ്, ഞാൻ കുറേ മനുഷ്യരെ കാണുന്നു, കുറേ അത്ഭുതങ്ങളെ ഞാൻ കാണുന്നു, നല്ല വൃക്ഷങ്ങളെ കാണുന്നു, നല്ല പൂക്കളെ കാണുന്നു, നല്ല പറവകളെ കാണുന്നു, നല്ല പക്ഷികളെ കാണുന്നു, നല്ല നാൽക്കാലികളെ കാണുന്നു, നല്ല പ്രകൃതിയെ കാണുന്നു. ഇത്ര മനോഹരമായ പ്രപഞ്ചത്തെ എനിക്ക് ഇന്നാ കാണുന്നത് കർത്താവ് എന്ന് പറഞ്ഞ് ഞെട്ടി നിൽക്കുന്നത് പോലെ ഇന്ന് രാത്രി ചിലത് നിന്നെ കാണുമ്പോൾ ഞെട്ടി നിൽക്കാൻ പോകുകയാ, നീ ചിലത് കാണാൻ പോകുകയാ. ഇന്ന് രാത്രിയിൽ നിനക്ക് ചെയ്യുവാൻ ചിലത് വെളിപ്പെടുത്താൻ പോകുകയാ. ഇന്നലകൾ നീ ഒതുക്കപ്പെട്ടവളായി മുറിക്കകത്തടഞ്ഞിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, പുറത്തു വരാൻ സമയമായി. കഴുകൻ തന്റെ മുട്ട വിരിയുന്നതിന് തൊട്ടു മുമ്പേ മുട്ടയുടെ തോടിനെ കൊത്തി പൊട്ടിക്കുന്നത് പോലെ പൊട്ടി വരാത്ത മുട്ടയെ ദിവസം കഴിഞ്ഞല്ലോ അതിന് ദേഷ്യം വന്ന് കൊമ്പ് കൊണ്ട് കൊത്തി പൊട്ടിക്കുമ്പോൾ അതിനകത്തുനിന്ന് രക്തവും കുഞ്ഞുമായി പുറത്തു ചാടുന്നത് പോലെ ഇന്ന് രാത്രി പലതിനെയും കൊത്തി പൊട്ടിച്ച് 2025 കർത്താവ് പുറത്തു ചാടിക്കാൻ പോകുകയാ. നിന്റെ കഴിവോ മിടുക്കുമൊന്നും അല്ല കേട്ടോ. നിന്നെ ഒതുക്കാൻ ശ്രമിച്ച ചില പുറം തോടുകളെ ഇന്ന് രാത്രി പൊട്ടിക്കുന്ന രാത്രിയാ. നിന്നെ ഒതുക്കാൻ ശ്രമിച്ച് നിന്റെ പ്രാർത്ഥന വെളിയിൽ കേൾക്കരുത്, നിന്റെ പ്രാർത്ഥന ദേശത്ത് മുഴങ്ങരുത്, നീ പ്രാർത്ഥിക്കരുത്, നീ ഉപവസിക്കരുത്, നീ വചനം വായിക്കരുത്, നീ സമർപ്പിക്കരുത്, നീ കർത്താവിന്റെ പിന്നാലെ യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞ് പുറന്തോട് കൊണ്ട് ബന്ധിച്ചിരിക്കുന്ന എത്ര കട്ടിയുള്ള തോടാണെങ്കിലും തള്ള അതിനെ കൊത്തി പൊട്ടിക്കുന്നത് പോലെ, അതിന്റെ പിതാവ് അതിനെ പൊട്ടിക്കുന്നത് പോലെ ഇന്ന് രാത്രി പിതാവ് അതിനെ പുറന്തോടിനെ പൊട്ടിക്കുക. നിനക്ക് പുറത്തു ചാടാൻ സമയമായി. നിന്നെ ഒതുക്കാൻ ശ്രമിക്കത്തില്ല ചില പുറം തോടുകൾ അതിനെ പൊട്ടിക്കുക ദൈവം. ഇന്ന് രാത്രിയിൽ കഴുകൻ അതിനെ
പൊട്ടിക്കുന്നു, അതിനെ അടിച്ച് പൊട്ടിക്കുക, അതിനെ തട്ടി താഴെ ഇടുകയ. അത് താഴെ നിലത്ത് വന്ന് വീഴുമ്പോൾ മരത്തിന്റെ ശിഖരങ്ങൾ തട്ടി അതിന്റെ തോടുകൾ പൊട്ടി ഒരു മാംസപിണ്ഡം പോലെ അത് ചില അടി ഉയരത്ത് നിന്ന് താഴേക്ക് നിലം പതിക്കുമ്പോൾ ഹല്ലേലൂയ, പിതാവായ കഴുകൻ പറയും, ഹാഹാ നല്ലതായിരിക്കുന്നു, അത് ഇപ്പോഴെങ്കിലും താഴെ വീണ് കരഞ്ഞല്ലോ. നിന്റെ കണ്ണീര് കാണുന്ന ഒരു ദൈവമുണ്ട്. തീർന്നില്ല കേട്ടോ, അത് എത്രയും സ്പീഡിലാണ് താഴെ വന്ന് വീണത്, അതിനേക്കാൾ സ്പീഡില് ഈ കഴുകൻ താഴേക്ക് പറന്ന് താഴും. എന്നാൽ ഇതിനെ കൊത്തിയെടുത്ത് അടുത്തൊരു പൊത്തിനകത്ത് കൊണ്ടുവയ്ക്കും. ഉറുമ്പരിക്കും, അതിന്റെ രക്തങ്ങൾ അതെല്ലാം അരിച്ചു കുടിക്കും. തീർന്നില്ല കേട്ടോ, അതിന് ചിറക് വരും മുമ്പേ, തൂവൽ വരും മുമ്പേ ഒരു മാംസപിണ്ഡം പോലെ, ഒരു മാംസ കഷണം പോലെ ആയിരിക്കുന്ന ഈ കഴുകൻ കുഞ്ഞ് കണ്ണുപോലും തുറക്കാൻ കഴിയാതെ പ്രൈസ് ലോർഡ് അടഞ്ഞിരിക്കുന്ന ഇതിനെ ഉറുമ്പരിക്കും. ചില ദിവസം കഴിയുമ്പോൾ ഇത് ചില തൂവൽ വെച്ച് ചിലത് പുഷ്ടി പ്രാപിച്ച് ഇത് പറക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇന്ന് രാത്രി ദൈവ പൈതലേ, നിന്നെ കൊത്തി പുറത്തിട്ടത് നിന്നെ തകർക്കാൻ വേണ്ടിയല്ല കേട്ടോ, നിന്നെ പുതുതായിട്ട് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാ. ഇതുവരെ ആരും കാണാത്തത്, ഇതുവരെ ദേശം കാണാത്തത്, ഇതുവരെ നിന്റെ രാജ്യം കാണാത്തത്, ഇതുവരെ നിന്റെ കുടുംബക്കാർ കാണാത്തത്, ഇതുവരെ ചാർച്ചക്കാർ കാണാത്തത്, ചില ദൂഷികൾ, ചില വേദനകൾ നിന്നെ പുറത്ത് പൊട്ടിച്ചത്, ചില വേദനകൾ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്, ചില രക്തം പൊടിഞ്ഞത്, അത് തിന്മയ്ക്കായി അല്ല, അത് നന്മയ്ക്കായത്രേ. ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൈവാത്മാവ് ദൂത് പറയുന്നു, എന്റെ ശരീരത്തിൽ രക്തം പൊടിഞ്ഞത്, നീ ചില രാത്രികളിൽ മാറിക്കിടന്നത്, എന്റെ രക്തം ഉറുമ്പരിച്ചെങ്കിൽ അത് തിന്മയ്ക്കായല്ല കേട്ടോ, നന്മയ്ക്കായി. കിലോമീറ്ററുകൾ പറന്നുയരുവാൻ മേഘമണ്ഡലങ്ങളെ കീറി മുറിച്ച് കിലോമീറ്ററുകൾ ഉയരാൻ വേണ്ടിയാ ചിലതൊക്കെ സംഭവിച്ചത്. ഇന്ന് രാത്രി ആരൊക്കെയോ കരയുന്നുണ്ട്. ഹല്ലേലൂയ, ആരൊക്കെയോ കരയുന്നുണ്ട്. ആരാധന ഉയരട്ടെ. ആരൊക്കെയോ കരയുന്നുണ്ട്, ഇതിനകത്ത് ആരൊക്കെയോ കരയുന്നുണ്ട്. കരയേണ്ട കേട്ടോ, നീ കരയേണ്ട കേട്ടോ. നിന്റെ ഇന്നലകൾ നീ മറന്നേക്ക്, നിന്നെ ഇന്നലകൾ ദുഃഖിപ്പിച്ചത് മറന്നേക്ക്. നീ കണ്ണടയ്ക്കുമ്പോൾ നിന്റെ ഇന്നലകൾ, സങ്കടങ്ങൾ, നെടുവീർപ്പുകൾ, നിന്റെ സഹോദരൻ നിനക്കായി കുഴി കുഴിച്ചത്, നിന്റെ സഹോദരി നിനക്കായി കുഴി കുഴിച്ചത്, നീ ചേർത്ത് പിടിച്ചത് നാത്തൂൻ നിനക്കായി കുഴി കുഴിച്ചത്, നിന്റെ ബന്ധുക്കൾ എന്ന് പറയുന്ന വ്യക്തികൾ നിന്റെ തകർച്ച കാണാൻ കുഴി കുഴിച്ചത്, നിന്റെ കൂട്ടുകാർ നിന്നെ പരാജയപ്പെടുത്താൻ കുഴി കുഴിച്ചത്, എന്ന് രാത്രി ചില കുടുംബങ്ങൾക്കകത്ത് വിടുതൽ വ്യാപരിക്കുന്നുണ്ട്. ആമേൻ. ദൈവ പൈതലേ, നിന്നെ തൊട്ടാൽ ദൈവത്തിന്റെ കണ്ണിനെ കൃഷ്ണമണിയെ തൊടുന്നു എന്ന് വചനം പറയുന്നു. ആമേൻ. നീ മിണ്ടാതിരിക്കുക, നീ സൈലന്റ് ആയിരിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവ് പറയുന്നു, 25-നകത്ത് ചില പതിര് തിരിയുന്ന വർഷമാ, നെൽമണികളെ ശേഖരിക്കുന്ന വർഷമാ, കറ്റകളെ തീയിലിടുന്ന വർഷമാ, കളകളെ തീയിലിടുന്ന വർഷമാ. ഹല്ലേലൂയ. നെൽമണികളെ പത്തായത്തിൽ ശേഖരിക്കുന്ന വർഷമാ. പതിരുകളെ കത്തിക്കുന്ന വർഷമാ. കച്ചികളെ അടിച്ചു കൊഴിച്ചു മാറ്റിവെക്കുന്ന വർഷമാ. പതിരുകളെ കളകളെ പിഴുതെറിയുന്ന വർഷമാ. നിന്നെ സങ്കടപ്പെടുത്തിയ കളകൾ, നിന്നെ മാറ്റി നിർത്തി പരിഹസിച്ച കളകൾ, നിന്നെ മാറ്റി നിർത്തിയ പതിരുകൾ, നീ ഒരു നെൽമണി പോലെ പുറത്തു വരുന്ന നാളുകൾ വിദൂരമല്ല. ഇന്ന് രാത്രി എത്ര നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? പ്രാർത്ഥിക്കുന്നവരുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്ന ഒരു സ്വർഗമുണ്ട്. നിന്റെ മുമ്പിൽ തുറന്നു വയ്ക്കുന്ന സ്വർഗമുണ്ട്. ദൈവം ഒരുത്തന്റെ മുമ്പിൽ വഴി തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയില്ല. ദൈവ പൈതലേ, സ്തോത്ര. ജോബി, നിന്റെ നേരെ കർത്താവ് കയറി കുറുകെ നിന്നാൽ നിന്നെ ആർക്കും തൊടാൻ കഴിയില്ല. പ്രഭസിസ്റ്ററെ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് കയറി കുറുകെ നിന്നാൽ ഒരുത്തരും നിങ്ങളെ തൊടാൻ കഴിയില്ല. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെ ദൈവാത്മ പറയുന്നു, നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് യേശു കർത്താവ് കുറുകെ നിന്നാൽ നിന്നെ ആർക്കും തൊടാൻ കഴിയില്ല. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ഇല്ല, ഞാൻ നിന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന് ചില പ്രവർത്തിക്കുവാനുണ്ട്. ഹല്ലേലൂയ. കരയുന്ന കാക്കയ്ക്കും കാട്ടിലെ മൃഗങ്ങൾക്കും അതതിൻ്റെ ആഹാരത്തെ കൊടുക്കുന്ന കർത്താവ് എന്ന് രാത്രി വിളിച്ചു പറയുന്നു. കഴിഞ്ഞ നാളുകൾ നിന്നെ വേദനിപ്പിച്ച് നിന്റെ രക്തം കണ്ടല്ലാതെ അടങ്ങത്തില്ല എന്ന് പറഞ്ഞ് നിനക്കെതിരെ വാക്കത്തിയുമായി ചാടി വിടുന്ന, നിനക്കെതിരെ മുഷ്ടി ചുരുട്ടിയ, നിനക്കെതിരെ പല്ല് കടിച്ച, നിന്നെ തീർത്തില്ല ഞാൻ അടങ്ങത്തില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച ചില പൈശാചിക ശക്തികൾ പ്രൈസ് ദി ലോർഡ് പത്രകാരുടെ മുമ്പിൽ നാരദൻ അകപ്പെട്ടതുപോലെ സ്തോത്രത്തിനെ തകർത്ത്
കളയുവാൻ, ഉടച്ചു കളയുവാൻ, ആമേ നിന്റെ തല വെട്ടിയെടുക്കുമെന്ന് പറഞ്ഞ് ആമേ കുതികാലുയർത്തി ചില പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് രാത്രി ഉടഞ്ഞു മാറുകയാ. ആ വീട്ടിനകത്ത് വിടുതൽ വ്യാപരിക്കുന്നു. ചില ആമേ ദേശത്തെ പിടിച്ചടക്കുന്ന ചില ദുർഭൂത ശക്തികൾ ഇന്ന് രാത്രി തോറ്റ് തുന്നമ്പാടി ഓടുന്ന രാത്രി എത്രേ. നിന്റെ പ്രാർത്ഥന മുഴങ്ങട്ടെ, നിന്റെ ആരാധന മുഴങ്ങട്ടെ. ആമേ കരങ്ങളെ അടിച്ചെന്ന് രാത്രി സ്തോത്രം പറഞ്ഞാട്ടെ. ആരും മൗനമായിരിക്കരുത്. കരങ്ങളെ ചേർത്തടിച്ച് വീടൊക്കെ മുഴങ്ങട്ടെ കേട്ടോ. വീടെല്ലാം ഒന്ന് മുഴങ്ങട്ടെ ഇന്ന് രാത്രി. അവിടെ ഭരിക്കുന്നത് ഇരുട്ടുകൾ. നീ ഓരോ കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ അതിനകത്ത് വ്യാപരിക്കുന്ന, നീ പോലും ചിന്തിക്കാതെ വ്യാപരിക്കുന്ന ദൈവപ്രവൃത്തി ഉണ്ട് കേട്ടോ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. സിയോൻ മാളിക മുറിക്കകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ 124 രാജ്യക്കാർ ഒരുമിച്ച് പറയുന്നു, ഇതെൻ്റെ ഭാഷയാ, ഇത് ഞങ്ങളുടെ ഭാഷയാ, ഇത് ഞങ്ങളുടെ സംസ്കാരമാ, ഇത് ഞങ്ങളുടെ സംസാരമാ, ഇത് ഞങ്ങളുടെ എഴുത്തുകുത്തിൽ വന്ന് ഞങ്ങൾ പഠിച്ച ഭാഷയാ. ഇവരെങ്ങനെ പറയുന്നു? ഹല്ലേലൂയ. നീ ഒരു അത്ഭുതമായി തീരും. നിന്റെ ജീവിതത്തിൽ, നിന്റെ ദേശത്തിൽ, നിന്റെ നീ പാർക്കുന്ന ദേശത്തില്, നീ പാർക്കുന്ന പട്ടണത്തില് നീ ഒരു അത്ഭുതമായി തീരാൻ പോകുകയാ. ഹല്ലേലൂയ. അതാ ദൈവത്തിന്റെ പ്ലാന് കേട്ടോ. നീ മിണ്ടാതിരിക്ക് എന്ന് പലരും പറയുമ്പോൾ ഇവിടെ കർത്താവ് പറയില്ല, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാ. ശുഡമനരകതുനി അതുരവരാജകൽക്കന ജൂഡവരം ധനാകര യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അടുത്തൊരു അത്ഭുതത്തിലേക്ക് നമുക്ക് വരാം. 19-ാമത്തെ അത്ഭുതം ഇങ്ങനെയാണ് നമ്മൾ വായിച്ചത്. 9-ാമത്തെ അധ്യായത്തിന് 32, 9-ന്റെ 32ഉം 33ഉം. 19-ാമത്തെ അത്ഭുതം 9-ന്റെ 32ഉം 33ഉം. വായിച്ചാട്ടെ. അവർ പോകുമ്പോൾ ചിലർ ഭൂതഗ്രസ്തനായ ഒരു ഊമനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഭൂതത്തെ പുറത്താക്കിയ ശേഷം ഊമൻ സംസാരിച്ചു. ഇസ്രായേലിൽ ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പുരുഷാരം അതിശയിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു അത്ഭുതമൊക്കെ ചെയ്ത് കർത്താവ് ഇങ്ങനെ കടന്നു പോകുമ്പോൾ 31-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോഴും 32-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോഴും അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അവർ പോകുമ്പോൾ ചിലർ ഒരു ഭൂതഗ്രസ്തനായ ഒരു ഊമനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ആമേൻ. ഹല്ലേലൂയ. അവർക്കെങ്ങനെ മനസ്സിലാക്കാണ് ഇവൻ ഒരു ഭൂതം ബാധിച്ച വ്യക്തിയാണെന്ന്? സ്തോത്രം. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. ഈ മനുഷ്യനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ, ആമേൻ, 32, 33 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് 33-ാമത്തെ വാക്യം പറയുന്നു, അവൻ ഭൂതത്തെ പുറത്താക്കിയ ശേഷം ഊമൻ സംസാരിച്ചു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പുരുഷാരം അതിശയിച്ചു. സ്തോത്രം. അതിശയിക്കും കേട്ടോ. ചില അതിശയം നിന്നെ നോക്കിയിരിക്കുക. ചില അത്ഭുതം നീ ദേശത്തൊരു അതിശയമാ. ഇത്രയും പ്രതികൂലം ജീവിതത്തിൽ കടന്നു വന്നിട്ടും ഒന്നും മൈൻഡ് ചെയ്യാതെ യാത്ര ചെയ്യുന്ന നീ ഒരു അതിശയം തന്നെ. ഹല്ലേലൂയ. ഇത്രയും പ്രശ്നം വന്നിട്ടും ഹല്ലേലൂയ നീ നിന്റെ മുഖത്ത് പോലും അതൊന്നും കാണിക്കാതെ യാത്ര ചെയ്യുന്നത്, പഴയ ആൾക്കാർ പറയും, പെണ്ണെ നീ ഒരു അതിശയമാ. പ്രൈസ് ദി ലോർഡ്. എവിടെ തിരിഞ്ഞാലും പ്രശ്നങ്ങളാ, പക്ഷേ നീ ആരാ? ദൈവമുമ്പിൽ അതിശയമാ. ദേശം ഉറ്റുനോക്കുകയാ ഈ നാളെ എന്ത് സംഭവിക്കുമെന്ന്. പിശാച് കുഴിവെട്ടിയിട്ടിരിക്കുക, ഇവനെ അകത്താക്കണം. കാരണം ഇവൻ സംസാരിക്കത്തില്ല, ഊമന, ഭൂതം പിടിച്ചടക്കി വച്ചിരിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വലിയ പ്രൈസ് ദി ലോർഡ് നോട്ടീസ് ഒന്നും അടിച്ച് അവിടെ വലിയ ഫ്ലക്സ് ബോർഡൊന്നും വച്ചില്ല, പബ്ലിസിറ്റി ഒന്നും ചെയ്തില്ല. ഇന്ന് ചെറിയൊരു പനിമാറയിലെടുത്ത് ഫേസ്ബുക്കിലിട്ട് മില്യൺ വ്യക്തികളെ ഫോളോവേഴ്സിന് നോക്കുന്ന ഒത്തിരി വില്ലന്മാരൊക്കെ ഉണ്ട്. നമ്മളതൊന്നും നോക്കണ്ട. സ്തോത്രം. എല്ലായിടത്തും ചെയ്യേണ്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവ് എന്തെങ്കിലും ചെയ്താൽ അത് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വരുന്ന നിക്ഷിപ്തമായിരിക്കുന്ന വിടുതലുകളാ. ആമേൻ. കാരണം നീ ഒരു ദേശത്ത് അതിശയമാകണം. അതാണ് ഇതിൻ്റെ വാക്യത്തിൻ്റെ സ്തോത്രം. ദൂത് അങ്ങനെ തന്നെയാണെന്ന് രാത്രി പറയുന്നത്. സ്തോത്രം. നീ എന്ത് ചെയ്യണം? അതിശയമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്.
32-ാമത്തെ വാക്യം പറയുന്നു, പോകുമ്പോൾ. എവിടെ പോകുമ്പോഴാ? അടുത്തൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി യാത്ര ചെയ്യുക. സ്തോത്രം, ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, ഇത്രയൊക്കെ സങ്കടങ്ങളായാലും ഇന്നലെ നീ ഇരുന്ന് കരയുന്നുണ്ടല്ലോ, എന്നാലും നിന്റെ മുഖത്തത് കാണാനില്ല. 4 ചുവരുകൾക്കുള്ളിൽ നീ പുറത്തിറങ്ങുമ്പോൾ നിന്റെ മുഖം ഹാപ്പിയാ. അങ്ങനെ ആയിരിക്കണം. സ്തോത്രം, ആമേൻ. ഞാൻ എവരിത്തിങ് ഫൈൻ. ഞാൻ എപ്പോഴും എൻ്റെ മുഖം ദൈവത്തോട് ചേർന്നിരിക്കും. കാരണം ഞാൻ ആരെന്നറിയാമോ? ഞാനൊരു ദൈവത്തിൻ്റെ പൈതലാ. സ്തോത്രം പറ. ഞാൻ ആരെന്നറിയാമോ? കരമുയർത്തി പറ, ഞാൻ ദൈവത്തിൻ്റെ പൈതലാ. അതുകൊണ്ട് ഞാൻ നോക്കിയത് എവിടെയെന്നറിയാമോ? അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ഞാൻ സങ്കടത്തെ നോക്കുന്നില്ല, ഞാൻ വേദനയെ നോക്കുന്നില്ല, ഞാൻ പരിഹാസത്തെ നോക്കുന്നില്ല, ഞാൻ ദുഷിയെ നോക്കുന്നില്ല, ഞാൻ സങ്കടത്തെ നോക്കുന്നില്ല. എൻ്റെ സങ്കടം വരുമ്പോൾ ഞാൻ ഓടിച്ചെല്ലും, ആലയത്തിനകത്ത് മുട്ടുമടക്കും, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. എൻ്റെ ദൈവം എനിക്ക് മറുപടി തരും. അതാണ് 34 സങ്കീർത്തനം പറയുന്നത്, ഞാൻ നിനക്ക് ആയുസ്സിന് തന്നിരിക്കും, തൃപ്തി വരുത്തും. നിന്നെ ആയുസ്സിൽ തൃപ്തി വരുത്തും. നിനക്ക് ഞാനൊരു ആയുസ് തരും, പക്ഷെ നീ അതിൽ തൃപ്തിയായിരിക്കും. നിന്റെ ആയുസ് കരഞ്ഞ് കരഞ്ഞ് തീരേണ്ടതല്ല. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ജലദോഷം വരുമ്പോൾ ചിലർ ഓടിച്ചെല്ലും. എവിടെ? ഹോസ്പിറ്റലിൽ, മെഡിക്കൽ സ്റ്റോറിൽ ചാടി ഇറങ്ങിയിട്ട് പറയും, ജലദോഷത്തിനുള്ള ഗുളിക തരാൻ. അപ്പോൾ ആ വ്യക്തി ജലദോഷം വരാനുള്ള ടാബ്ലറ്റാണോ അല്ലെ മാറാനുള്ള ടാബ്ലറ്റാണോ? അയ്യോ, ഇപ്പോൾ ഉണ്ട്, മാറാനുള്ളതാ. മനസ്സിലായോ? അതിന് വശം മനസ്സിലായോ? ഒരു ടാബ്ലറ്റ് അവിലിൻ്റെ തരാൻ പറയും. അവിലിൻ്റെത് എന്തിനാ? ജലദോഷത്തിനുള്ളതാ. വരാൻ വേണ്ടിയാണോ മാറാൻ വേണ്ടിയാ? ഒരു കോമഡിയാ. പ്രൈസ് ഒരു വ്യക്തി ചോദിച്ചതാ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക, വരാൻ വേണ്ടിയുള്ളതാണോ ആമേൻ, അല്ലയോ അത് പോകാൻ വേണ്ടിയാണോ? അല്ല, എനിക്കിപ്പോൾ ജലദോഷമാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. നല്ല മൂക്കൊലിപ്പുണ്ട്, അതുകൊണ്ട് ഇത് മാറാനുള്ളതാ. ആമേൻ എന്ന് പറയുമ്പോൾ മാറാനുള്ളതാ തരുന്നത് അല്ലേ? പ്രൈസ് ദി ലോർഡ്. ആരും ജലദോഷം വരാനുള്ളതല്ലല്ലോ കഴിക്കുന്നത്. അല്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി സങ്കടം മാറാനുള്ള വല്ലതുണ്ടോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഒന്നുമില്ല. കണ്ണീര് മാറാൻ വല്ലതുണ്ടോ? ഇല്ല. മനസ്സിലെ ഭാരം മാറാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അതിന് ഞങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സംവിധാനം ഉണ്ടായിരുന്നു ഇന്നേക്ക് 30 വർഷം മുമ്പ്. ആമേൻ. എന്തെന്നറിയാമോ? മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, ഇങ്ങനെ തുടങ്ങിയ സംഭവങ്ങളൊക്കെ ചെല്ലുമ്പോൾ വിചാരിക്കും സങ്കടങ്ങൾ മാറും, വേദനകൾ മാറും, ബുദ്ധിമുട്ടുകൾ മാറും. ഇല്ല, അരമണിക്കൂർ. അത് കഴിയുമ്പോൾ ഇരട്ടിയായിട്ട് പിന്നെയും സങ്കടം വരും. പക്ഷേ ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു കാര്യമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഈ പുസ്തകത്തിന് മുമ്പിൽ ആരെങ്കിലും മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ, കരഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ സങ്കടത്തിന് വേണ്ടി നീ മാറിയിരുന്ന് ഈ പുസ്തകത്തെ മാറോട് ചേർത്ത് വച്ച് നീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി പറയുന്നു, അത് പോയെങ്കിൽ ആ സങ്കടമാകുന്ന ചെങ്കടലിൽ നീ മുങ്ങിക്കുളിച്ച് നിന്നെ അതിനകത്തുനിന്ന് പൊന്നുപോലെ പുറത്തെടുക്കാൻ ദൈവത്തിന് പദ്ധതിയാണെങ്കിൽ, ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നിനക്കൊരു അത്ഭുതം ദേശത്ത് സംഭവിക്കാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? അത്ഭുതം ദേശത്ത് സംഭവിക്കും. കാരണം സങ്കടത്തിനും കണ്ണുനീരിനും വേദനയ്ക്കും വേണ്ടി ആരും, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, ഒരിടത്തും പോയിട്ട് മരുന്നുമായി കഴിച്ചിട്ടില്ല. സങ്കടത്തിന് മരുന്ന് വേണം, വേദനയ്ക്ക് മരുന്ന് വേണം. അത് കിട്ടും കേട്ടോ. ഏത് വേദനയ്ക്കാ? ഏത് വേദനയ്ക്ക് ഒറ്റ മെഡിസിനേ ഉള്ളൂ. ആന്റിബയോട്ടിക് എല്ലാ വേദനയ്ക്കും. ഹല്ലേലൂയ. പക്ഷേ സങ്കടത്തിന് മരുന്നില്ല. വിഷമത്തിന്, ഹല്ലേലൂയ, കണ്ണുനീരിന് മരുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിനൊക്കെ മെഡിസിൻ ദൈവത്തിന്റെ പാദപീഠമാ. ഈ ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുമോ, ദേശത്ത് നീ ഒരു അതിശയമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതാ ഇവിടെ വായിച്ചത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പുരുഷാരം അതിശയിച്ചു ദേശത്ത്. ഹല്ലേലൂയ. നീ പാർക്കുന്ന ദേശത്ത്, നീ നിൽക്കുന്ന ദേശത്ത്, നീ നിൽക്കുന്ന കുടുംബത്തിൽ, നീ നിൽക്കുന്ന രാജ്യത്തിൽ, നീ നിൽക്കുന്ന വില്ലേജിൽ നീ ഇപ്പോഴും ഒരു അതിശയമാ. ആമേൻ. അതല്ലേ പാട്ടുകാരൻ പാടിയത്? അതിശയമേ യേശുവിൻ സ്നേഹം, ആനന്ദമേ ആയതിനാഴം, ആഴമുയരം നീളം വീതി, ആഴമുയരം നീളം വീതി. ഇന്ന് രാത്രി ആർക്കും വർണ്ണിക്കാത്ത ഒരു ദൈവത്തിന്റെ സ്നേഹമാണ് നിന്നെയും എന്നെയും ഭരിക്കുന്നത്. ഹല്ലേലൂയ.
ആ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നതുകൊണ്ട് ഇന്ന് രാത്രി പറയുന്നത്, ഇവൻ സംസാരിക്കുന്നില്ല, ഇവന്റെ വായും നാവും ചുണ്ടും എല്ലാം കൂട്ടി മുട്ടിയിരിക്കുകയാ, ഇവൻ വാ തുറക്കുന്നില്ല. ഇന്ന് രാത്രി ഹല്ലേലൂയ, എന്ത് കേട്ടാലും ഒരു മൂണല് മാത്രം. ഹല്ലേലൂയ, ആമേൻ. എന്ത് കേട്ടാലും ഒരു മൂണല് മാത്രം, സംസാരം വരുന്നില്ല, പ്രതികരണമില്ല. ഹല്ലേലൂയ, പ്രതികരിക്കുന്നില്ല. എന്തെന്നറിയാൻ വേണ്ടി യേശുവിന്റെ അടുത്ത് കൊണ്ടുപോന്നു. ഇന്ന് രാത്രി വായിക്കാമോ? മത്തായി സുവിശേഷം 4:24 നോക്കിക്കേ. മത്തായി 4:24 ഒന്ന് വായിച്ചേ. 4-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം. മത്തായി 4:24 ഒന്ന് വായിച്ചേ. സ്തോത്രം. അവന്റെ ശ്രുതിയൊക്കെയും പരന്നു. നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷപാതക്കാർ, ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അവരെ സൗഖ്യമാക്കി. അവൻ അവരെ എന്ത് ചെയ്തു? സൗഖ്യമാക്കി. അവന്റെ ശ്രുതി, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഈ ദേശത്തൊക്കെ അങ്ങ് പരന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഒക്കെയും അങ്ങ് പരന്നു. ആമേൻ, ആമേൻ. നാനാ വ്യാധി പിടിച്ചവരെയും, ആമേൻ, ആമേൻ, ബന്ധനങ്ങളെയും, ആമേൻ, സ്തോത്രം, ആമേൻ, വലഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷപാതക്കാർ, ഇങ്ങനെ അവൻ സകലവിധ ദീനക്കാരെയും അവന്റെ മുൻപിൽ, അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഇന്ന് രാത്രി യേശുവിന്റെ അടുക്കൽ കൊണ്ട് നിർത്തിയിരിക്കുക. ഓ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് ഒന്നിനെ നോക്കി നോ എന്ന് പറഞ്ഞില്ല. ഇന്ന് രാത്രി ഡോക്ടർമാർ പറയും നടക്കില്ല, നോ, അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. സ്തോത്രം, ഹല്ലേലൂയ. ഇന്നത്തെ പല പാസ്റ്റർമാരും പറയുന്നത് പോലെ, ഇവിടെ നടക്കത്തില്ല, അടുത്ത സഭയിൽ കൊണ്ടുപോ, അവിടെ നടക്കും. ഇല്ല പാസ്റ്റർ വിളിക്ക്, നടക്കും കാര്യം. ഇതല്ല വിഷയം. സ്തോത്രം പറ. കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന ഒന്നും നടക്കാതെ പോയിട്ടില്ല. നടക്കാതെ കൊണ്ടുവരുന്ന നടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. സ്തോത്രം. കിടക്കയിൽ കിടത്തിക്കൊണ്ട് വരുന്നവനെ കിടക്ക എടുത്തുകൊണ്ട് നടക്കാൻ പറഞ്ഞിട്ടുണ്ട്. കിടക്കയിൽ കിടക്കുന്നവനെ, ആരും എടുക്കാത്തവനെ കർത്താവ് കരം പിടിച്ച് എണീപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. ചന്ദ്രരോഗം പിടിച്ചവൻ, ഫിറ്റ്സ് വന്നവൻ, ചുഴലി വന്നവൻ നിലത്തു വീണ്, ആമേൻ, സ്തോത്രം, പിടയുമ്പോഴും കർത്താവ് നോക്കി മാത്രമേ തന്നെ അവന് സൗഖ്യം പ്രാപിച്ചു. സ്തോത്രം പറ. ഇന്ന് രാത്രി ഹല്ലേലൂയ, കർത്താവിന്റെ മുൻപിൽ കൊണ്ട് നിർത്തിയിരിക്കുന്ന ചെറിയ, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അസ്വക്കാരൊന്നുമല്ല, സുറിയ എന്ന രാജ്യത്ത്, ആ പട്ടണത്തിനകത്ത് വലിയ ശ്രുതികൾ മുഴങ്ങിയെങ്കിൽ, വലിയ സംഭവങ്ങൾ, ആമേൻ, ചില രാജ്യങ്ങളിലും പട്ടണങ്ങളിലും യേശു കർത്താവിന്റെ ശ്രുതി മുഴങ്ങിയെങ്കിൽ, ഇന്ന് രാത്രി ഏത്, ആമേൻ, സ്തോത്രം, ആമേൻ, പട്ടണമാണെങ്കിലും യേശുവിന് കുഴപ്പമില്ല. ഏത് രാജ്യമാണെങ്കിലും യേശുവിന് കുഴപ്പമില്ല. ഏത് അതിരാണെങ്കിലും യേശുവിന് കുഴപ്പമില്ല. ഏത്, ആമേൻ, ബൗണ്ടറി ആണെങ്കിലും യേശുവിന് കുഴപ്പമില്ല. ഇന്ന് രാത്രി വാതിൽ അടച്ചാലും കർത്താവിന് കുഴപ്പമില്ല. നിന്റെ റൂമിനകത്ത് കടന്നു വന്നിട്ട് പറയും, നിനക്ക് സമാധാനം. ശബനപരഗത. ശിഷ്യന്മാരെല്ലാം വാതിലടച്ച് ഭയത്തോടെ ഇരിക്കുമ്പോൾ, അടച്ച് ബന്ധിച്ച വാതിലിനകത്ത് കർത്താവ് വന്നിട്ട് പറയാ, നിങ്ങൾക്ക് സമാധാനം. ഇന്ന് രാത്രി സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, വേദനകൾ മാത്രം വാരിക്കൂട്ടി അതിൻ്റെ മുഖത്ത് കയറി നിന്ന്, ആമേൻ, സ്തോത്രം, സങ്കടമാകുന്ന ചില വേദനകൾ, വിഷമമാകുന്ന ചില വേദനകൾ, പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാത്ത ചില വിഷയങ്ങൾ ഇന്ന് രാത്രി നിന്റെ മുമ്പിലുണ്ടോ? ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, കൊണ്ടുവാ എന്റെ മുമ്പിൽ. ഇന്ന് രാത്രി അതിന് അവൻ നീക്കുപോക്ക് വരുത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി അതിന് ആമേൻ വിടുതൽ വ്യാപരിക്കുക കേട്ടോ. ആ വിഷയത്തിന് രാത്രി വിടുതൽ വ്യാപരിക്കുക. ആമേൻ, തീർന്നില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടുക. 12-ാമത്തെ അധ്യായത്തിൽ, 12-ാം അധ്യായം അതിൽ 22-ാമത്തെ വാക്യം മുതൽ 24-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ, 12-ാമത്തെ അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം മുതൽ 24-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന, അനന്തരം ചിലർ കുരുടരും ഊമനുമായൊരു ഭൂതഗ്രസ്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഊമൻ സംസാരിക്കുകയും കാണുകയും ആമേൻ ചെയ്യുവാൻ തക്കവണ്ണം അവൻ അവനെ സൗഖ്യമാക്കി. ഹല്ലേലൂയ.
എന്ത് ചെയ്യണം? അവൻ എന്ത് ചെയ്യണം? എന്തൊക്കെ ചെയ്യണം എന്നറിയാമോ? അവൻ കുരുടനാണ്. 2, അവൻ ഊമനാണ്. 3, അവനാരാ? ഭൂതഗ്രസ്തനാണ്. അവൻ എന്ത് ചെയ്യണം? അവൻ കാണണം. 2, അവൻ സംസാരിക്കണം. ഹല്ലേലൂയ, ആമേൻ. അവന് കാണണം, അവൻ സംസാരിക്കണം, അവൻ സൗഖ്യമാകണം. ഇത് കൊണ്ടുവന്നവന്റെ മുൻപിൽ ഇന്ന് രാത്രി ഓപ്ഷൻ ഇഷ്ടം പോലെ ഉണ്ട്. നിന്റെ വിശ്വാസം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ദേശം വിടുവിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഞാൻ മുമ്പ് എപ്പോഴോ ഞാൻ പറഞ്ഞു തോന്നുന്നു, ഒരു മനുഷ്യന് വേണ്ടി 22 വർഷം പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഞാൻ ഇരിക്കുന്ന ഇതേ പട്ടണത്തിനകത്ത് ഒരു മനുഷ്യന് വേണ്ടി 22 വർഷം പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ആമേൻ. ആ മനുഷ്യൻ 22 വർഷം പ്രാർത്ഥിച്ച മാത്രമല്ല, ആ മനുഷ്യനെ കരങ്ങൾ കൊണ്ട് സ്നാനപ്പെടുത്തുകയും ചെയ്തു. ഹല്ലേലൂയ. ഇന്ന് നിത്യതയിലാണ് മനുഷ്യൻ. ഞാൻ പറയുന്ന കാര്യം മനസ്സിലായോ? നിന്റെ പ്രാർത്ഥന വൃഥാവല്ല. ആ മനുഷ്യന് വേണ്ടി ആ മനുഷ്യൻ എൻ്റെ ആരുമല്ല, പക്ഷേ എന്നെ ഏൽപ്പിച്ച ഒരു വ്യക്തി അത്. ഹല്ലേലൂയ. ആ മനുഷ്യനെ സ്നാനപ്പെടുത്തുമ്പോൾ ആ ദേശം വിറയ്ക്കുവാനിടയായി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ചിലതൊക്കെ അടക്കി വാഴുന്ന ചില പട്ടണങ്ങളെ ഉടബൽ കമനപരഗതന വൈഡകരാജകൽക്കനാദി 23-ാമത്തെ വാക്യം പറയുന്നു, പുരുഷാരൊക്കെയും വിസ്മയിച്ചു. അവൻ ദാവീദിന്റെ പുത്രൻ. ഇവൻ ആരാ? ദാവീദിന്റെ പുത്രൻ തന്നെയോ എന്ന് പറഞ്ഞു. ഇവൻ ആരാ? ദാവീദിന്റെ പുത്രൻ. നീ ആരാ? ദൈവത്തിന്റെ പൈതൽ. നിന്നെ കാണുമ്പോൾ ചിലർ വിറയ്ക്കാൻ പോകുകയാ, ചിലർ നിന്നെ കാണുമ്പോൾ മാറിപ്പോകും വഴി. ഉടബൽ കമനപരക, നീ വഴി മാറണ്ട. നിന്നെ കാണുമ്പോൾ ചിലർ വഴിമാറിപ്പോകും കേട്ടോ. ഇന്ന് രാത്രി ആരൊക്കെ ദൈവാത്മ വിളിച്ചു പറയുന്നു, നിന്നെ കാണുമ്പോൾ നിന്റെ വഴി മുടക്കാൻ നിന്നവർ, നിന്റെ അനുഗ്രഹത്തെ തടയാൻ നിന്നവർ, നിന്നെ മാറ്റി നിർത്താൻ ശ്രമിച്ചവർ നിന്നെ കാണുമ്പോൾ തന്നെ വഴി മാറിപ്പോകും. കാരണം അവർ നിനക്കൊരുപാട് പണി വെച്ചവരാ, നിനക്കൊരുപാട് കെണി വെച്ചവരാ. അവർ നിന്നെ കാണുമ്പോൾ വഴി മാറിപ്പോകണമെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, ഇല്ല, നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് നീ മുട്ടുമടക്കുമ്പോൾ 24 വാക്യം പറയുന്നു, അത് കേട്ടിട്ട് പരീശന്മാർ, ഇവൻ ഭൂതങ്ങളുടെ തലവനായോ ആമേ ബെൽസെബൂലിന്റെ കണ്ടോ തന്നെ ഭൂതങ്ങളെ പുറത്താക്കുന്നുവല്ലോ. കണ്ടോ, ഇവൻ യേശു കർത്താവ് ആമേ പുറത്താക്കുന്നത് ഒരു ഭൂതത്തിന്റെ അധികാരത്തിലാണ് യേശു പുറത്താക്കുന്നതെന്ന്. ആമേൻ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആ പട്ടണത്തിനകത്ത് വലിയൊരു മന്ത്രക്കെട്ടുണ്ട്. ബെൽസെബൂൽ എന്ന് പറയുന്ന വലിയൊരു ക്ഷേത്രമുണ്ട്. അതിനകത്തുള്ള മന്ത്രവാദിയുടെ മന്ത്രവാദ ശക്തി കൊണ്ടാണ് യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്ന്. ആമേ, പറയട്ടെ പറഞ്ഞവനെ അവൻ്റെ മേലുള്ള ഭൂതത്തെ പുറത്താക്കുന്നത് നമുക്ക് വരുന്ന അധ്യായങ്ങളിൽ കാണാൻ കഴിയും. ആമ ഈ പറയുന്നില്ലേ, അവൻ്റെ മണ്ടയ്ക്ക് വ്യാപരിക്കുന്ന, അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാനുള്ള അധികാരം കർത്താവ് പ്രാപിക്കാൻ പോകുകയാ. ഇന്ന് രാത്രി ദൈവപൈതലേ, പിതാവ് പറയാതെ പുത്രനൊന്നും ചെയ്തിട്ടില്ല. പിതാവ് എന്താണോ പറയുന്നത് അതുപോലെ പുത്രൻ ചെയ്യും. ഹല്ലേലൂയ, നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഇന്ന് രാത്രി ദൈവം നിന്നോട് പറയുന്നത്, ഓ ശംഭവരാജകൽക്കനാദി, ഈ പ്രൈസ് ദി ലോർഡ് 19-ാമത്തെ അത്ഭുതം തീരുമ്പോൾ തന്നെ 35 അത്ഭുതത്തിനകത്ത് ഇത് 19-ാമത്തെ അത്ഭുതമാണ്. ഈ 19-ാമത്തെ അത്ഭുതം കഴിയും മുൻപ് ചിലർ പരിപൂർണമായി വിടുതൽ പ്രാപിക്കാൻ പോകുകയാ. ഇന്ന് രാത്രി ആമേ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, ഈ കർത്താവിന്റെ വചനത്തിനകത്ത് നിന്ന് ദൈവപൈതലെ നീ വിശ്വസിക്കുമെങ്കിൽ നിന്റെ ശരീരമാകുന്ന മൺകൂടാരത്തിനകത്ത് ദൈവത്തിന് ചിലത് പ്രവർത്തിക്കാനുണ്ട്. മനുഷ്യമായ കൽപ്പനയല്ല ഇത്, ദൈവത്തിന്റെ ശക്തി നിന്റെ കൂടാരങ്ങളിൽ വെളിപ്പെടുന്ന നാഴിക വിദൂരമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ബെൽസെബൂലിന്റെ തലവനെ കൊണ്ടോ അവന്റെ ക്രിയ കൊണ്ടോ ഒന്നും അല്ല യേശു കർത്താവ് സൗഖ്യമാക്കുന്നത്. പിതാവായ ദൈവത്തിന്റെ ഇഷ്ടമാണ് അവിടെ നിവർത്തിച്ച് കാണുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നോയിക്കേ, ഇവിടെ അടുത്ത് വായിക്കുന്ന ഇങ്ങനെ ലൂക്കായുടെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളും, മാർക്കോസ് 1:27, ഹല്ലേലൂയ, മത്തായി 4-ന്റെ സ്തോത്രം 23-ഉം 24-ഉം, മത്തായി 14-14, സംഖ്യ സ്തോത്രം പ്രൈസ് ദി ലോർഡ് 27-16, ഹല്ലേലൂയ, 1 രാജ 22-17, എഹെസ്കേൽ 34-5, മാർക്കോ 6-34, ലൂക്ക 10-2, യോഹന്നാൻ 4:35, 2 തെസ്സലോനി 3:2, മത്തായി 20-2, മാർക്കോ 1:12 നിങ്ങൾ പഠിക്കുമ്പോൾ
ഓ ഹല്ലേലൂയ. ദൈവത്തിൽ ഇന്ന് രാത്രി നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് നിന്നോട് സംസാരിപ്പാനുണ്ട്. ചിലർ സൗഖ്യമാക്കാനുള്ള ശുശ്രൂഷ നീ പ്രാപിച്ചെടുത്തോ എന്ന് രാത്രി ദൈവമൈതലേ. പലരും പറയും ഇത് ഭൂതത്തിന്റെ ശക്തി കൊണ്ടാ ശുശ്രൂഷ വെളിപ്പെടുന്നതെന്ന് പറയും. കുഴപ്പമില്ല. ആമേൻ. നീയും ദൈവമായിട്ടൊരു ബന്ധമുണ്ടല്ലോ, നിന്റെ ജീവിതവും ദൈവമായിട്ടൊരു ബന്ധമുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കർത്താവിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവിന്റെ ശബ്ദത്തിനായി ഒന്ന് മുഴങ്കാൽ മടക്കാമോ? കർത്താവ് തന്നെ മാനിക്കുന്ന ദിവസം